നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ആയാറാം ഗയാറാം നിന്ന നിലയിൽ പാർട്ടികൾ മാറുന്നവരെ ഉദ്ദേശിച്ചുള്ള പ്രയോഗം. ഇതിനു പിന്നിൽ ഒരു ചരിത്രമുണ്ട്. കാലം 1967. ഹരിയാന നിയമസഭ 81-ൽ 48 സീറ്റ് നേടി കേവല ഭൂരിപക്ഷം മറികടന്നിട്ടും കോൺഗ്രസിൻ്റെ ആഭ്യന്തര ഭിന്നതയിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ സർക്കാർ മാറിമറിയുന്ന സമയം. കോൺഗ്രസും ഐക്യമുന്നണിയും സ്വതന്ത്രന്മാരെ ചാക്കിട്ട് പിടിക്കുന്ന ഈ സമയത്ത് സ്വതന്ത്രനായി ജയിച്ച MLA ആണ് ഗയാലാൽ. ഗയാലാൽ ആദ്യം കോൺഗ്രസിൽ ചേർന്നു. ഏതാനും മണിക്കൂറിനുള്ളിൽ ഐക്യമുന്നണിക്കാർ ഗയാലാലിനെ അങ്ങോട്ട് ചാടിച്ചു. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ വീണ്ടും ഗയാലാലിനെ കോൺഗ്രസിലേക്ക് എത്തിച്ചു. ഒറ്റ ദിവസം മണിക്കൂറുകൾക്കിടയിൽ 3 പാർട്ടി മാറ്റം. ഒടുവിൽ ഗയാലാലിനെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിച്ച കോൺഗ്രസ് നേതാവ് റാവു ബിരേന്ദർ സിംഗ് പറഞ്ഞു, ഗയാറാം അബ് ആയാറാം ഹേ. ഗയാറാം ഇപ്പോൾ ആയാറാം ആയിരിക്കുന്നു. അങ്ങനെയാണ് ആയാറാം ഗയാറാം എന്ന പ്രയോഗം വന്നത്. അപൂർവം ചില ചാട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ തന്നെ മറുകണ്ഠം ചാടുന്ന പതിവ് കേരളത്തിൽ കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ മുൻനിര നേതാക്കൾ മുതൽ ചാനലുകളിൽ പാർട്ടിക്കാർക്ക് വേണ്ടി വീറോടെ വാദിച്ചിരുന്ന ആസ്ഥാന നിരീക്ഷകർ വരെ പാർട്ടി വിട്ട് പാർട്ടി ചാടുന്ന സീസണാണ്. പാർട്ടി ആശയത്തോടോ പ്രവർത്തനത്തോടോ വിയോജിച്ച് പാർട്ടി മാറുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സീറ്റ് കിട്ടില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മറുകണ്ഠം ചാടുന്നതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? ഈ നിരയിലേക്ക് പുതിയ താരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ചില പുതിയ താരങ്ങളുടെ നിര ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്, ഏത് നിമിഷവും ചാടാം എന്ന പ്രതീക്ഷയിൽ. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മറുകണ്ഠം ചാടൽ ചോ ആദ്യ പ്രേക്ഷകനായിരുന്നത് ശ്രീ മുഹമ്മദ് മഞ്ചേരിയാണ്. ശ്രീ മുഹമ്മദ്, ഈ നിരവധി വലുതും ചെറുതുമായ നേതാക്കളുടെ, പ്രധാനമായി 2ാം നിര 3ാം നിര നേതാക്കളുടെ ഒക്കെയാണ് പാർട്ടി ചാട്ടങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടു. ഇപ്പോൾ ഏറ്റവും പുതിയ നിരയിലേക്ക് ചാടുമോ ചാടില്ലയോ എന്നും പറയാനാവില്ല. PK ശശി ഇന്നിപ്പോൾ KTDC ചെയർമാൻ സ്ഥാനമൊക്കെ രാജിവെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഐഡിയോളജിയിലൊക്കെ നിൽക്കുമെന്നാണ് പറയുന്നത് ഉറപ്പിച്ച്. CPM-ൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല, രാജിവെച്ചിട്ടില്ല. പക്ഷേ പുതിയ പാർട്ടിയിലേക്ക് എന്നുള്ളതൊക്കെയാണ് സൂചനകൾ പുറത്തു വരുന്നത്. കൊട്ടാരക്കരയിൽ 6 രശ്മി കോൺഗ്രസ്സുകാർ ഇത്തവണ BJP-യിലേക്ക് മത്സരിക്കുമെന്നും ചില ഊഹങ്ങളൊക്കെ വരുന്നു. കുറേ പേർ ചാടി. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം. കിരൺ സാറെ, കണ്ടിട്ട് കുറച്ച് ദിവസമായി, എങ്കിലും കൂടി പറയാണ്. പിന്നെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുക ഒരു അത്യാവശ്യം വലിയ നേതാക്കള്. കാരണം വെച്ചാൽ ഇയാള് PK ശശി ഒരു നേതാവൊക്കെ ആയിരുന്നു മുമ്പ്. പിന്നെ ഇപ്പോ അയാൾ പറഞ്ഞ് ഞാൻ വരെത്തി UDF ആയിട്ട് സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിലും കൂടിയിട്ട് ഇങ്ങനെ ചാടിയവർക്ക് വോട്ട് ചെയ്യണ മനുഷ്യന്മാരെ പറയേണ്ടത്. കാരണം വെച്ചാൽ നേരത്തിന് നായൊക്കെ ഉണ്ടെന്ന് 40 ചാടിന് അവരെ തെരഞ്ഞെടുക്കാൻ പാടില്ല, അവരെ പരാജയപ്പെടുത്തണം. പിന്നെ മാത്രമല്ല, കോൺഗ്രസിന്റെ ഉള്ളില് വലിയ വലിയ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കുകയാണ്. ചാടിച്ചാൽ പാർട്ടിക്കല്ല, ഓർക്ക് കിട്ടിയേ തീരൂ, നിന്നേ തീരൂ എന്നുള്ളവർക്ക് അവരും വാശിയിരിക്കുകയാണ്. അങ്ങനെ UDF ആകെ പൊളിഞ്ഞ് താറടിച്ച് ഇപ്പോഴേ നിൽക്കുകയാണ്. അതിൽ പെട്ടതാണ് കൈക്കാണ് ഇപ്പൊ നമ്മളെ PK ശശിയാണ് ചെല്ലുന്നത്. ചെന്നോട്ടെ, പക്ഷെ മനുഷ്യന്മാര് വിവരമുള്ള മനുഷ്യൻ വോട്ട് ചെയ്യരുത് ഇത്തരം ആൾക്കാർക്ക് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരേ പാർട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിച്ചു കൊണ്ടുവന്ന P സരിനെ ആയിരുന്നു കഴിഞ്ഞ തവണ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയത്. അങ്ങോട്ട് ചാടിച്ചു കൊടുന്നല്ല ഒരു പോരാ നമ്മളെ പറഞ്ഞാണ്ട് അവര് പോരുന്നതാണ്, അവര് ചാടിക്കുന്നതാണ് എന്നൊക്കെ പറയാൻ കഴിയും. അവര് എന്തായാലും അവിടുത്തെ പാർട്ടിക്കാരെ ഒന്നും അല്ലല്ലോ മത്സരിപ്പിച്ചത്. അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയത്തിന് വഴിയൊരുക്കിയത് P സരിന്റെ സ്ഥാനാർത്ഥി കൂടിയല്ലേ. വന്ന ആൾക്കാരൊക്കെ ഒരു പരിഗണന കൊടുക്കുമല്ലോ. അപ്പൊ സരീനെ ഞങ്ങള് സ്ഥാനാർത്ഥിയാക്കി നിർത്തും. മനസ്സിലായോ? അതാ അപ്പൊ രണ്ടുപേരും നിങ്ങളും ചാടിച്ചു നിർത്തുന്നുണ്ട്, അവരും ചാടിക്കുന്നുണ്ട്. ഞങ്ങളത് ചാടിച്ചു നിർത്തണമെന്നില്ല, അവർക്കൊണ്ട് വരാം. ശരി, ഓക്കെ. ശ്രീ പ്രദീപാണ്, ഇടുക്കിയിൽ നിന്നാണ്. ശ്രീ പ്രദീപ്, ഈ മുൻകാലങ്ങളിൽ അപൂർവമായ ചില നേതാക്കളൊക്കെ പാർട്ടി മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അടുത്തിടെ പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 5-6 വർഷത്തിനിടയിൽ നിരന്തരമായ മാറ്റമായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ 2ാം നിര 3ാം നിര നേതാക്കളടക്കം ഇന്നുവരെ CPM-ന് വേണ്ടി കട്ടിക്ക് വന്നിരുന്ന് വാദിച്ചിരുന്ന ആളുകളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് BJP ആവുന്നു. ചില കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായി പോകുന്നു. മറിച്ചും തിരിച്ചുമൊക്കെ ചാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? മോഹിച്ചു പറഞ്ഞല്ലോ, അല്ലിട്ട് വേറെന്താ. പക്ഷെ അവരെയൊന്നും എടുക്കരുത്, അതാ വേണ്ട, അവരെയൊന്നും അടുപ്പിക്കരുത്.
കാരണം ഇപ്പുറത്ത് നിന്ന് കുറ്റം പറഞ്ഞിട്ട് പിന്നെ അപ്പുറത്തെ ഇടും, അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് കുറ്റം പറയും. അവരൊക്കെ എന്തെങ്കിലും തരണം. അത് ഒരു പാർട്ടിക്കാരും അങ്ങനെ ചെയ്യരുത്, അത് മോശം. അത് എല്ലാരും അവരെയൊക്കെ എടുക്കുന്നുണ്ട്. എടുക്കരുതെന്ന് പറഞ്ഞാൽ എടുക്കരുത്, ഒരിക്കലും എടുക്കരുത്. ഈ മറ്റേ ആ സന്ദീപ് വാര്യർ RSSല് 2 10 വയസ്സ് ആൾക്കാരനെ അത്ര നേരം മറ്റേ രാഹുൽ ഗാന്ധി തെരുവ് പറഞ്ഞത് പോയിട്ട് തിരിച്ചു ഒരു മോയെ തെരുവുക. അത് എന്തിനായ അത് ആൾക്കാരെ കണ്ട് അറിയണം. ഏത് പാർട്ടിയിലാണ് ജയിപ്പിക്കരുത് വരെ. അവർ ആ സ്ഥാനം മോഹിച്ചു തന്നെ പുള്ളിയെ സ്ഥാനം കൊടുത്തില്ലാന്ന് അടിക്കാതല്ലേ, കൊടുക്കരുത്. എല്ലാ പാർട്ടിക്കാരും അങ്ങനെയല്ലേ? ഇപ്പോൾ BJP-യിലൊക്കെ ആണെങ്കിൽ കേന്ദ്രത്തിൽ നിൽക്കുന്ന BJP നേതാക്കൾ നല്ല ശതമാനം തോപ്പിക്കണം. അത് ജയിപ്പിക്കരുത്. അതാ പറഞ്ഞ അവനെ അടുപ്പിക്കരുത്, ഓടിക്കളഞ്ഞേക്കാം. വേറെ ആൾക്കാരില്ലാത്തതുകൊണ്ടാ. എന്തായാലും പാർട്ടി മാറുന്നവർ ഏത് പാർട്ടിക്കാരായാലും അവരെ കൈകാര്യം ചെയ്യണം, തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കരുതെന്നാണ് പ്രദീപ് പറയുന്നത്. സന്തോഷമാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ സന്തോഷ്, ഈ ഒരു പാർട്ടിയുടെ ആശയം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് ആ പാർട്ടി മാറുന്നത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന രീതിയോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാറുന്നത് മനസ്സിലാക്കാം. പക്ഷേ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടില്ല എന്ന് പറയുന്നതുകൊണ്ടോ മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിത്വം കൊടുക്കാം എന്ന് പറയുന്നതുകൊണ്ടോ ഈ പാർട്ടി മാറുന്നവരോട് എന്താണ് പറയാനുള്ളത്? സന്തോഷമല്ല, ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത്. ജയകുമാർ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. ഈ മുഹമ്മദ് ആദ്യം പറഞ്ഞാൽ കൊള്ളാം, പിന്നെ പറഞ്ഞ വെറും ഉളുപ്പില്ലാത്ത വർത്താനമായിപ്പോയി. പിന്നെ കോൺഗ്രസ് പൊളിഞ്ഞ് പാളീസായി നിൽക്കണമെന്ന് പറഞ്ഞ് അവരുടെ അഭിപ്രായം പറയുന്നതല്ലേ. അതല്ല, എന്നാലും ഒരു മര്യാദ ഉണ്ട് സാറേ, ജനം കേൾക്കല്ലേ. ആദ്യം പറഞ്ഞ അത്രയും നല്ല അഭിപ്രായം. പിന്നെ ഒരു കാര്യമുണ്ട് സാറേ, ഈ ഒരു പാർട്ടിയിൽ നിന്നിട്ട് എല്ലാ ആനുകൂല്യവും പറ്റി ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി, അത് കോൺഗ്രസിലായാലും BJP-യിലായാലും കമ്മ്യൂണിസ്റ്റിലായാലും ഇതിന്റെ ഒരു അറുതി വരുത്തണമെങ്കിൽ ജനങ്ങൾക്കേ പറ്റുള്ളൂ. ഇവർക്ക് ഒരു കാലത്തും ഒരുത്തർ വോട്ട് ചെയ്യില്ലാന്ന് ജനം തീരുമാനിച്ചെങ്കിൽ മാത്രമേ ഒക്കുള്ളൂ. എല്ലാ ആനുകൂല്യവും പറ്റും. എത്ര കൊല്ലം വേണമെങ്കിലും MP MLA ആയിരിക്കും. എന്നിട്ട് എന്തെങ്കിലും നിസ്സാരം പറഞ്ഞാൽ അപ്പുറത്ത് ചാടിയെടുക്കാൻ ആളുണ്ട്. ഇപ്പൊ കോൺഗ്രസിലേക്കും BJP-യിലേക്കും ഇടതുപക്ഷത്തിന്റെ ഒത്തിരി പേര് പോയതായിട്ടാണ് ഇത്തവണ കാണുന്നത്. ഇതിൽ നിന്ന് അങ്ങോട്ട് ആരും പോയതായിട്ട് ഇത്തവണ ആരും കാണുന്നില്ല. എന്നാലും അത് തെറ്റാണ്. കോൺഗ്രസ്സുകാരാണെങ്കിൽ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത ഞാൻ ഒരു വലിയ കോൺഗ്രസ്സുകാരനാണ്. എന്നാലും പറയാണ് ഇത് വെറും അന്യായമാണ്. അയാളെ കോൺഗ്രസിന് പോയ ആളുകളുടെ പേരിന്റെ വേണമെങ്കിൽ നിരയായ ഒരു പേര് ഞാൻ വായിക്കാം. നേരത്തെ ഇപ്പോഴത്തെ കേസാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഇപ്പൊ ഒരു 2-3 ഇലക്ഷനോടനുബന്ധിച്ച് ഏറ്റവും പുതിയ കേൾക്കുന്നത് കൊട്ടാരക്കരയിൽ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരുന്ന അവിടുത്തെ മഹിളാ കോൺഗ്രസ് നേതാവ് R. ലക്ഷ്മി കാൻഡിഡേറ്റ് ആവുന്നു എന്ന് പറയുന്നു. അറിയാം, ഒരൊറ്റ പാർട്ടി. ഏറ്റവും ഒടുവിലത്തത് നിര അങ്ങോട്ട് എടുക്കാനാണെങ്കിൽ നിര വളരെ നീണ്ടതാണ്. അത് ഞാൻ പറയുന്നത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള കേസാണ് പറയുന്നത്. അതിനുശേഷം എത്ര പേരാണ് കോൺഗ്രസ് അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമല്ലേ P. സരിൻ പാർട്ടി വിട്ടു പോയത്? അതെ, P. സരിൻ അസംബ്ലി ഇലക്ഷനാണ് പോയത്. P. സരിൻ പോയത് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കാലത്താണ് പോയത്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന കാലത്ത് സരിൻ പോയത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇത്രയും കാലമില്ലേ സാറേ. അപ്പൊ ഞാൻ പറഞ്ഞ ഏത് പാർട്ടി ആയാലും, കോൺഗ്രസിൽ നിന്ന് പോട്ടെ, ഒത്തിരി പേര് പോട്ടെ, CDN ഏത് പാർട്ടി ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരാളിനെ എടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ. ജയകുമാറിന്റെ അഭിപ്രായം അങ്ങനെ. ശ്രീ രാധാകൃഷ്ണനാണ്, പാലക്കാട് നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, ഈ പാർട്ടി മാറുന്നതിൽ മഹാഭൂരിപക്ഷ നേതാക്കൾ ഏതെങ്കിലും ആശയമൊന്നുമില്ല, ആമാശയമാണ് അല്ലെങ്കിൽ കസേരയാണ് ലക്ഷ്യം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ചിലർക്കൊക്കെ അറിയാം ആ പാർട്ടിയിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ ഒരു കാരണവശാലും ഒരു കാലത്തും ജയിക്കില്ല, കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ലെന്ന് അറിയാമെങ്കിൽ പോലും എങ്ങനെയും സ്ഥാനാർത്ഥിയാവണമെന്ന് മോഹിച്ച് അതുവരെ പിന്തുടർന്ന എല്ലാ ആശയങ്ങളും വിട്ടു പോകുന്ന ചില നേതാക്കളോ അല്ലെങ്കിൽ അണികളോ അല്ലെങ്കിൽ നിരീക്ഷകരോ ഇവരെ കുറിച്ചൊക്കെ എല്ലാ ദിവസവും ഈ പരിപാടി കണ്ടപ്പെട്ട എല്ലാ ദിവസവും വിളിച്ച് ഇന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ശരി, ശ്രീ രാധാകൃഷ്ണൻ. പാലക്കാട് എവിടെയാ വീട്? പാലക്കാട് മലമ്പുഴയാണല്ലേ? ഓക്കെ, ശരി, ഓക്കെ. മലമ്പുഴ മണ്ഡലത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചോ? ചൂട് പിടിച്ചു. മലമ്പുഴ മണ്ഡലത്തിലും ഒക്കെ പാർട്ടി മാറി വന്ന ഒരാൾ മത്സരിക്കുന്നു എന്നൊക്കെ ചില കഥകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒന്നും ഒരു ചലനം ഉണ്ടാവില്ല. കോൺഗ്രസിന് കിട്ടിയ വോട്ട് കൂടി കിട്ടില്ല. അവിടെ അച്യുതാനന്ദന്റെ മണ്ഡലമാണ്. 2 പ്രാവശ്യം ജയിച്ചതാണ്. ഇപ്പൊ വേറെ ജയിച്ചു. അവിടെ അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. എല്ലായിടത്തും ഒരു ചലനം ഉണ്ടാവില്ല. അപ്പം സുരേഷ് VS-ന്റെ പേഴ്സണൽ PR സുരേഷ് അവിടെ ഒന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും കാര്യമൊന്നുമില്ല, അങ്ങനെയാണോ? ഇല്ല, അങ്ങനെ അച്യുതാനന്ദന്റെ മകൻ വന്ന് ജയിച്ച അങ്ങനെയല്ല. അവിടെ ആരും സീറ്റ് കമ്മിറ്റി നിന്നാലും അവിടെ മാർക്കറ്റേ ജയിക്കുള്ളൂ. ശരി, ഓക്കെ. എന്നാൽ രാധാകൃഷ്ണൻ ഇങ്ങനെ പാർട്ടി മാറി ചാടി കളിക്കുന്നവരെ കുറിച്ച്
സുരേഷിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ പാർട്ടി മാറിയില്ലെന്നും പറയാൻ കഴിയില്ല. സുരേഷ് പിന്നെ പാർട്ടി CPM നിന്ന് പുറത്തായതാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, വേറെ വർഷങ്ങളായി. പുറത്തായതല്ല, അയാളിനെ മാറ്റിയതാണ്. അയാൾ നല്ലൊരു CPM കാരൻ തന്നെയാണ്. അച്യുതാനന്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവര് വിവാഹത വന്നത് അവരെ മാറ്റിയതാണ്. ശരി, അങ്ങനെ പൊതുവെ ഈ പാർട്ടി മാറുന്നതിനെ കുറിച്ച് എന്താണ്? പാർട്ടി മാറുന്നതിന് വേറൊരു പാർട്ടിക്കാരൻ നിർത്താൻ പാടില്ല, അതാണ് ഇതിന് ശരി. ഇവിടെ നിന്ന് ചാടി അപ്പുറത്ത് പോയി അവിടെ നിന്ന് MLA ആകുക അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു മന്ത്രിയാകുക, അതൊന്നും ശരിയല്ല. ഇത് പാലക്കാടില്ലേന്ന് വേറൊരാളും ചാടുമെന്നൊക്കെ ന്യൂസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ചാടുമോ ഇല്ലയെന്ന് അറിയില്ല. PK ശശി ഇല്ലല്ല, ഇവിടെ ഇപ്പൊ ഈ മലമ്പുഴ പാലക്കാട് വേണതും അതൊക്കെ ഒന്നും മാറുകയില്ല. അതൊക്കെ മലമ്പുഴ വേണത് CPM തന്നെയാണ്. ശരി, ഓക്കെ. പക്ഷെ അഥവാ പിന്നെ വരികയാണെങ്കിൽ BJPക്കും കൂടി അവിടെ ഒരു ചാൻസ് ഉണ്ട്. ശരി, ഓക്കെ. ശ്രീ രാധാകൃഷ്ണനാണ് പ്രതികരിച്ചത്. ശ്രീ ഉമേഷാണ് കോഴിക്കോട് നിന്ന്. ശ്രീ ഉമേഷ്, ഈ നിന്ന നിലയിൽ അതുവരെ വീറോട് കൂടി ഒരു പാർട്ടിക്ക് വേണ്ടി വാദിക്കുക, മറ്റേ പാർട്ടിക്കാർ മോശക്കാരാണെന്ന് വേണ്ടി അവരെ കടുത്ത വാദങ്ങളൊക്കെ ഉയർത്തി നിൽക്കുക, നിന്ന നിലയിൽ നേരെ ഉൾട്ടടിച്ച് മറ്റേ പാർട്ടിയിൽ പോയി നിൽക്കുക, അതും ഓരോ കാര്യങ്ങളൊക്കെ മോഹിച്ച്, ഇത്തരക്കാരെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത് നമസ്കാരം കിരൺജി. നമസ്കാരം. പിന്നെ ഇത് രാഷ്ട്രീയത്തിൽ എന്താ പറയാ, പാർട്ടി മാറുന്നതും കാൽ വെട്ടുന്നതും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതിന്റെ റീസൺ എന്താ പറയുന്ന ഇതായിക്കണം. ഇതിനിപ്പോ നമ്മള് കാൽമാറിയവരെന്നൊക്കെ പറയാമെങ്കിൽ രാഷ്ട്രീയ ഭീഷ്മാചാര്യരായിരിക്കുന്ന K കരുണാകരൻ വരെ രാഷ്ട്രീയമൊക്കെ മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു റീസൺ ശരിക്കും ജനങ്ങൾ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റും. നമ്മൾ അവോയ്ഡ് ചെയ്യപ്പെടുമ്പോ ചിലരുണ്ട്, നന്നായി പ്രവർത്തിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കൾ അവോയ്ഡ് ചെയ്യപ്പെടുക, എന്നിട്ട് പാർട്ടിയുടെ ഒരു പോരായ്മ കൊണ്ട് മാറേണ്ട ഒരു അവസ്ഥ, അത്തരത്തിലുള്ളവരിൽ ന്യായീകരിക്കാം. നല്ല ജനസേവകനായിട്ടും ജനപ്രതിനിധിയായിട്ടൊക്കെ നിന്നിട്ടുള്ള അത്തരത്തിലുള്ള ആൾക്കാരെ പ്രവർത്തിക്കാം, അല്ല അംഗീകരിക്കാം. അതല്ലാത്ത വെറും സ്ഥാനമോഹികളായിരിക്കുന്ന, ഇപ്പൊ നമ്മള് ഡൽഹിയിൽ ഒരാളുണ്ടല്ലോ, മറ്റേ ഞാൻ പറയുന്നത് തോമസ്, അതുപോലുള്ള ആൾക്കാരൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. സ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രം പാർട്ടി ഉമേഷ്, രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോഴും പാർട്ടി മാറിയ K കരുണാകരന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അവസാനം തിരിച്ചു കോൺഗ്രസ് പാർട്ടിയിലേക്ക് മടങ്ങിക്കയറാൻ വേണ്ടി കരുണാകരൻ വന്ന് അഭയാർത്ഥിയെ പോലെ കാത്തു നിൽക്കേണ്ടി വന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. അല്ല, അതിന്റെ അത് കിരൺജി അതുണ്ട്. അതാണ് കോൺഗ്രസ് വിട്ടുപോയിട്ടുള്ള അധികം ആൾക്കാർ കരുണാകരന് പകരം വലിയ ആശയത്തിന്റെ പേരിലൊന്നും അല്ലല്ലോ, തന്റെ അധികാരം അവിടെ കുറഞ്ഞു എന്ന് കണ്ടപ്പോൾ ഉടക്കുണ്ടാക്കി പോയി വേറെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പോയത്, അല്ലാതെ ഏതെങ്കിലും ഒരു അദ്ദേഹം വലിയ നേതാവാണെന്ന് കരുതി എന്തെങ്കിലും വലിയ ആശയത്തിന്റെ പുറത്ത് പോയ ആളൊന്നും അല്ലല്ലോ. ആ ഒരു തെറ്റ്, അതായത് കോൺഗ്രസിന്റെ പാർട്ടിയുടെ തെറ്റല്ലാതെ വ്യക്തികൾക്ക് പറ്റുന്ന തെറ്റുകളിലൂടെയാണ് മാറിപ്പോയത്. അങ്ങനെയുള്ളവരെല്ലാവരും തിരിച്ചു വന്ന ചരിത്രമേ ഉള്ളൂ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഇത്തരത്തിലുള്ള ചരിത്രങ്ങളുണ്ട്, താങ്കൾക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പാർട്ടിയുടെ തെറ്റല്ലാതെ വ്യക്തികൾക്ക് പറ്റുന്ന തെറ്റുകളിലൂടെ വരുന്ന മാറ്റങ്ങളെ അംഗീകരിക്കാൻ പറ്റില്ല. അതായത് വ്യക്തികളുടെ വ്യക്തമാണ്. ശ്രീ സിദ്ധനാണ് ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സിദ്ധൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ള ഒരു 10 മിനിറ്റ് മുമ്പ് പുള്ളിയുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു, നിങ്ങളുടെ ചാനലിലും ഉണ്ടായിരുന്നു, റിപ്പോർട്ട് ചാനലിനകത്താണ് ഞാൻ കണ്ടത്. അതിനകത്ത് ഈ PK ശശി ഇതിനെ പോകുന്നതിനെ സംബന്ധിച്ച് ചാനലുകാരെ മോശക്കാരാക്കിക്കൊണ്ടാണ് സംസാരിച്ചത്. സാറ് കണ്ടു കാണുമായിരിക്കും അത്. അത് ഇവരെല്ലാവരും അല്ലേ, ഇവരെല്ലാം ഒരു അഭിപ്രായം പറഞ്ഞിട്ട് എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ അവർ പറയും നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കൊടുത്തതാണ്. എന്റെ പണ്ടൊക്കെ അത് വളച്ചൊടിച്ചു എന്ന് പ്രയോഗമായിരുന്നു. ഇപ്പൊ ഈ വളച്ചൊടിച്ചത് പറയാൻ വീഡിയോ ഉള്ളത് കൊണ്ട് അത്ര കഴിയാറില്ല. എന്നാലും മാധ്യമങ്ങളുടെ തലയിൽ കയറുക എന്നുള്ളതാണ് ഈ നേതാക്കളുടെ ഒക്കെ പ്രധാനപ്പെട്ട ന്യായീകരണം. പറഞ്ഞു വന്നത് ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലാണ് ഇപ്പൊ പുള്ളി പറഞ്ഞത്. പക്ഷെ പുള്ളി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പാലക്കാട്, ഞാനിപ്പോ സംസാരിക്കുന്ന ആലപ്പുഴ. ഈ എത്ര ഉന്നതരായിട്ടുള്ള നേതൃത്വത്തിൽ ഇരിക്കുന്നവരായാലും പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കറിവേപ്പില പോലെ തന്നെ ആയിപ്പോകും. അതിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ട് വന്നത് MV രാഘവനും ഗൗരിയമ്മയാണ്. അവിടെ അതിന്റെ ഒക്കെ 100-1 ക്വാളിറ്റി പോലും ഈ പറഞ്ഞ PK ശശിക്കൊന്നുമില്ല. PK ശശി നടപടി മേടിച്ച വിഷയം തന്നെ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. വേറെ ഒരു സംഘടനയും അത്തരം വിഷയങ്ങളിൽ നടപടി എടുത്തിട്ടില്ല, നമുക്കറിയാം. പക്ഷെ അപ്പോഴും ശ്രീ സിദ്ധൻ, ഈ PK ശശിയെ KTDC പോലെ കേരളത്തിലെ ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനത്തിന്റെ തലപ്പത്ത് അദ്ദേഹത്തെ വെച്ച് വാഴിക്കുകയായിരുന്നു പാർട്ടി. അദ്ദേഹത്തിനെ എന്തോ അവിടുന്ന് മാറ്റാൻ പാർട്ടിക്ക് മടിയുള്ളത് പോലെ ആയിരുന്നു പ്രവർത്തനം. അത് ആ സ്ഥാനത്ത് ചെറിയാമ്പലിപ്പ് ഇരുന്നിട്ടുണ്ട്. കാരണം അതൊരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ, അല്ല പൊതുമേഖലാ സ്ഥാപനം പാർട്ടി കൊടുത്ത സ്ഥാനമാണല്ലോ. അപ്പോ PK ശശിയോട് ചില പ്രത്യേക മമതയും താല്പര്യവും ഒക്കെ പാർട്ടി നേതാക്കൾക്ക് ഉണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എല്ലാവർക്കും ഒരേ നീതിയൊന്നുമല്ല.
അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ലാതിരുന്ന ചെറിയാൻ ഫിലിപ്പ് ഇരുന്ന സ്ഥാനമാണ് ഈ ചെറിയാൻ ഫിലിപ്പ് മറ്റൊരു പാർട്ടിയിൽ നിന്ന് വന്ന ഒരാൾ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കില്ല എന്ന് അദ്ദേഹം വ്യവസ്ഥയോടുകൂടി വന്ന ആളാണ്. അദ്ദേഹത്തിന് അത് കൊടുക്കണ്ടേ? അല്ല ഞാൻ പറഞ്ഞത് ഇച്ചിരി മുമ്പ് സംസാരിച്ച ഒരാൾ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. കാരണം ഓരോ പാർട്ടിയിൽ നിന്നും ചാടി വരുന്നവര് അവസാന സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ട് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു പോകും. നേരത്തെ കേക്കർനാഥന്റെ കാര്യം, പുള്ളിയൊക്കെ വലിയ നേതാവായിരുന്നു, ഞാനങ്ങനെ കുറ്റം പറയുന്നില്ല. കാരണം കേക്കർനാഥനൊക്കെ അന്ന് അവര് പുള്ളിയുടെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയിട്ട് അതിനകത്ത് പിന്നെ അഭിപ്രായ വ്യത്യാസം അതായത് പോകുന്നതായിട്ട് തോന്നുന്നില്ല. ഞാനിപ്പോ ഇങ്ങനെ ഈ വിഷയം പറയാം, ഈ പി കെ ശശി ഈ സെക്കൻഡ് വരെ പോകുമെന്നുള്ളൊരു നിലപാട് പുള്ളി പറയുന്നില്ല. പക്ഷെ അഥവാ പോയാലും പാലക്കാട് പോലുള്ള ഒരു ജില്ല, പ്രത്യേകിച്ച് ഞാൻ ഈ ആലപ്പുഴ ജില്ല എന്നാണ് സംസാരിക്കുന്നത്, ഈ 2 ജില്ലകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തമായ അടിവേറുള്ള ഒരു പ്രദേശമാണ്. അവിടെ പി കെ ശശിയൊക്കെ പോയിട്ട് എന്ത് കാണിക്കാനാണെന്ന് പറയണത് വെറുതെ പറയാൻ കഴിയില്ല. ശ്രീസിദ്ധൻ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാലക്കാട് പോലെ സ്ഥലത്ത് ഈ അടിവേരുള്ള സ്ഥലത്തൊക്കെ മത്സരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ തവണ പി സരിനെ പോലെ ഒരാളെ അപ്പോൾ പാർട്ടി ചാടി തലേന്ന് വരെ കോൺഗ്രസ്സുകാരനായിരുന്ന ഒരാൾ ചാടി വന്നപ്പോൾ അയാളെ പിടിച്ച് മത്സരിപ്പിക്കേണ്ട അവസ്ഥയൊക്കെ അല്ലേ ഉണ്ടായത്. അപ്പൊ പിന്നെ അങ്ങ് ശക്തമായിരുന്ന ഏത് പാർട്ടിയുടെ ആയാലും അടിത്തറ എന്നൊക്കെ പറയുന്നതിലും അതിലൊന്നും വലിയ കാര്യം. പാലക്കാട് ജില്ലയിലെ അല്ല ഒരു സെക്കൻഡ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, പാലക്കാട് ജില്ലയിലെ പാലക്കാട് മണ്ഡലമാണ് അത്. പാലക്കാട് മണ്ഡലത്തിൽ പാലക്കാട് ലോക്സഭയിൽ ആരാ ജയിച്ചേ? പാലക്കാട് ലോക്സഭയിൽ ഇപ്പൊ ജയിക്കുന്ന അവരാണ് ശ്രീകണ്ഠൻ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക്, അത് സി പി എമ്മിന് മാത്രമല്ല കോൺഗ്രസിനും അങ്ങനെ ഞങ്ങൾ മത്സരിച്ചാൽ ഞങ്ങൾ തന്നെ ജയിക്കും എന്നൊരു ആധിപത്യം ഒന്നും കേരളത്തിലെ ഒരു സ്ഥലത്തും അങ്ങനെ പറയാൻ പറ്റില്ല. കണ്ണൂർ ചില മണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ മലപ്പുറത്ത് ചില മണ്ഡലങ്ങളിലോ ഒക്കെ ചിലപ്പോൾ ലീഗിനും സി പി എമ്മിനും പറയാൻ കഴിയും. മറ്റാർക്കും അങ്ങനെ ഒന്നുള്ള ഒരു പൊതു അവസ്ഥയൊന്നുമില്ല. അല്ലല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരേ രീതിയിലല്ല ഈ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തി പോകുന്നത് നമുക്കറിയാം. ഒരു 10-30 വർഷം കൊണ്ടുള്ള ഞാൻ അതല്ല പറഞ്ഞത്, താങ്കൾ പറഞ്ഞത് പാലക്കാട് ജില്ലയിൽ അങ്ങനെ പാർട്ടി എത്രത്തോളം ശക്തമാണ്, അതുകൊണ്ട് അവിടെ ഇങ്ങനെയൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് സൂചിപ്പിച്ചാണ്. പാർട്ടി ശക്തമായിരിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ സി പി എമ്മും ചെയ്തിട്ടുണ്ട്. അല്ല, പി കെ ശശി ഇപ്പൊ അഥവാ കോൺഗ്രസിലേക്ക് പോയെന്നാൽ പാലക്കാട് അസംബ്ലി മണ്ഡലം കൊടുക്കുമോ അവര്? അതെനിക്കറിയില്ല. അതെ, അങ്ങനെയാണ് അംഗീകരിക്കാം. അതല്ലാതെ പുള്ളിയുടെ മണ്ഡലം പാലക്കാടല്ലോ. അതെ, ഒറ്റപ്പാലം പോലുള്ള പ്രദേശത്തൊക്കെ പി കെ ശശി ഒന്നും പോയി നിന്നാലും ജയിക്കില്ല. പി കെ ശശിക്ക് മുമ്പ് പണ്ട് ഒരു മണ്ഡലം അതുമല്ല. ശരി, ഓക്കെ. എന്തായാലും ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്, വെള്ളരിക്കുണ്ടിൽ നിന്നും. ശ്രീ സന്തോഷ്, വെള്ളരിക്കുണ്ടിൽ നിന്ന് താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ സ്ഥിരം പാർട്ടികൾ ചാടിച്ചാടി നിൽക്കുന്ന ആളുകളെ? നമസ്കാരം സാർ. നമസ്കാരം. ഇങ്ങനെ ഈ ചാടിച്ചാടി പോകുന്ന ആൾക്കാരെ മറ്റ് രാഷ്ട്രീയക്കാര് എടുക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാല് ഇത്രയും ഒരു മനുഷ്യന് വിശ്വാസം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. കാരണം അവസരവാദം, പണ്ടത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തത്വത്തിൽ വിശ്വസിച്ച് മരണം വരെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമായിരുന്നു. അങ്ങനെയുള്ള നേതാക്കന്മാര് നമ്മുടെ മുമ്പിലുണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പക്ഷെ ഇന്നത്തേത് അവസരവാദ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം മറ്റ് പ്രവർത്തകരെയും കൂടി ആശങ്കയിലാക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ കാണുന്നത്. ഇപ്പോ പേരെടുത്ത് പറയാനാണെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ പലരും, കണ്ണൂരിലൊരു പുലിയായിട്ട് ജീവിച്ച അബ്ദുള്ള കുട്ടി ആദ്യം സി പി എമ്മിന്റെ പുലിയായിരുന്നു കണ്ണൂര്, പിന്നെ കോൺഗ്രസിലേക്ക് പോയി, ഇപ്പോ BJP-യിൽ പോയി. ഇതാണ് അവസരവാദം. ഇതുപോലെ എത്രയോ പേര്, ഇപ്പൊ ദേവികുളത്ത് ഒരു MLA കാണിച്ചത്. അപ്പൊ ഇതൊക്കെ മറ്റുള്ള ആൾക്കാരെ അവർക്കുള്ള വിശ്വാസം, രാഷ്ട്രീയത്തിലുള്ള വിശ്വാസത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയായിരിക്കണം. അത് ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചാൽ അത് മരണം വരെ, അങ്ങനെയുള്ള നേതാക്കന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അല്ലാതെ ഈ അവസരവാദത്തെ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല, പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സാർ. ശരി, താങ്കളെ ഒന്നും കൂടി കൂട്ടിച്ചേർക്കാൻ ഇങ്ങനെ പണ്ട് കാലത്ത് എല്ലാവരും മാറിയിട്ടില്ല, ആരും മാറില്ലായിരുന്നു, അവസാനം വരെ ജീവിക്കും, ഇപ്പോൾ അങ്ങനെ മാറുന്നു എന്നൊക്കെ പറയുമ്പോൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്. പല പ്രധാനപ്പെട്ട നേതാക്കളും നിന്ന നിലയിലൊക്കെ പാർട്ടി മാറി വന്ന് പല പാർട്ടികളിലേക്ക് വന്ന ആളുകളുടെ നിരയൊക്കെ ഉണ്ട്. പക്ഷേ അന്നൊക്കെ അവർക്ക് കാരണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത്ര പോലും കാരണമില്ലാതെ മാറുന്നു. അന്നും കാരണമില്ലാതെ മാറിയവരും ഒക്കെ ഉണ്ട്. എന്തായാലും അതിൻ്റെ അളവ് കൂടി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പണ്ടില്ലായിരുന്നു എന്ന് പറയുന്നതിനെ മാത്രമേ ഉള്ളൂ നിഷേധിക്കുന്നത്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ എങ്ങനെ സ്വന്തം പാർട്ടിക്കാർക്ക് ഏതെങ്കിലും സ്ഥാനം കൊടുക്കുന്നതിന് പകരം എങ്ങനെ അന്യ പാർട്ടിക്കാരിൽ നിന്ന് ആരെങ്കിലും ചാടിച്ച് സ്വന്തം പക്ഷത്ത് കൊണ്ടുവരാം എന്നതിൽ ഗവേഷണം നടത്തുകയാണോ കേരളത്തിലെ ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ? നമസ്കാരം. നമസ്കാരം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചമായ നിലപാടുണ്ടാകുമ്പോൾ രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയൊക്കെ ചെയ്യും. പക്ഷെ കീർത്തി കിട്ടിയിട്ടില്ല, എനിക്ക് സ്ഥാനം തന്നില്ല എന്ന് പറഞ്ഞു നടക്കുന്നവർ അവർ രാഷ്ട്രീയക്കാരല്ല, അവർ അധികാരമോഹികളാണ്.
പിന്നെ ആര് ഈ അധികാരമോഹത്തിന്റെ പഴയകാല നേതാക്കന്മാരെ ഈ മഹത്വം എന്ന് പറഞ്ഞ ആരും നടക്കണ്ട. EMS നമ്പൂതിരിപ്പാട് കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നപ്പോൾ 2 സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ കൽക്കത്തയിലും ബോംബെയിലും വെച്ച 2 സമ്മേളനം എവിടെയാണ് ജനങ്ങൾ കൂടുതലെന്ന് അവിടെ നോക്കിയല്ലേ EMS നമ്പൂതിരിപ്പാട് മാറിയത്. ശ്രീ ബാലകൃഷ്ണൻ, ഈ താങ്കൾ ഈ പല കാര്യങ്ങളും പറയുമ്പോൾ അതിന്റെ ഒരു ഭാഗവും അരികും മൂലയും വെച്ച് പറയരുത്. EMSനെ പോലെ ഒരു നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവച്ച കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ, ഈ പാർട്ടി നാളെ അധികാരത്തിൽ വരും എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാളുമല്ല. EMS കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നടപ്പാവണം, എല്ലാവർക്കും പാവപ്പെട്ട മനുഷ്യർക്കടക്കം വിമോചനം ഉണ്ടാവണം എന്നുള്ള ഒരു വലിയ സ്വപ്നം കണ്ട് ഈ പാർട്ടി കെട്ടിപ്പടുക്കാൻ ആ കാലത്ത് അധികാരം പോയിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ നിന്ന് ഒരു നേതാവാണ്. അവരെയും ഈ കാലത്ത് പാർട്ടി ഏതെങ്കിലും MLA സ്ഥാനം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ MP സ്ഥാനം കിട്ടാൻ വേണ്ടി മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടി പാർട്ടി ചാടുന്ന നേതാക്കളെ തമ്മിൽ നിന്ന് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അത് ചരിത്രത്തോടൊക്കെ കാണിക്കുന്ന വലിയ നിഷേധമാണ്. ഞാൻ സാറിനോട് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്തിനാ 2 യോഗത്തിലും പങ്കെടുത്തത്? അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ആയിരുന്നു. അന്ന് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നതും ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യ പോരാളികളും ദേശസ്നേഹികളും ഒക്കെ അന്ന് കോൺഗ്രസിലായിരുന്നു. ആ കോൺഗ്രസിനെ കൊണ്ട് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളുടെ വിമോചനം സാധ്യമാകില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ഏറ്റവും നല്ല ആശയം കമ്മ്യൂണിസ്റ്റ് ആശയമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുക്കുകയും ആ പാർട്ടി ഏറ്റവും അടിത്തട്ടിൽ നിന്ന് 5 or 6 പേരുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് കേരളത്തിൽ അധികാരത്തിലെത്തിക്കുന്നത് വരെ ആ പാർട്ടിയെ വളർത്തുകയും ചെയ്തൊരു നേതാവാണ്. അല്ലാതെ ഈ നാളെ അധികാരത്തിലേറാം എന്ന് കണ്ട് മുഖ്യമന്ത്രിയാകാം എന്ന് കണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്ന ആളല്ല EMS. താങ്കൾ അതാ പറഞ്ഞത്, ഓരോ ആളുകളെയും വിലയിരുത്തുമ്പോൾ അവരുടെ നിലവാരം വെച്ച് അവരുടെ അളവ് വെച്ച് വിലയിരുത്തണം. അല്ലാതെ ഇപ്പോഴത്തെ 4 നേതാക്കളെ കണ്ടുകൊണ്ട് EMS അതുപോലെ ആയിരുന്നു പറയാൻ കഴിയുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അത്ര ആദർശധീരനാണെങ്കിൽ അദ്ദേഹത്തിന് 2 യോഗങ്ങളും 64 അതാ പറഞ്ഞത് ശ്രീ ബാലകൃഷ്ണൻ. ഒരാൾ ഒരു ഇന്ത്യയിലേക്ക് ഒരു പുതിയ ലോകത്തുണ്ടായിരുന്ന മറ്റൊരാശയം കേരളത്തിൽ കൊണ്ടുവന്ന് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ മറ്റൊരു പാർട്ടിയിൽ മെമ്പർ ആയിരുന്നു, അത് ശരിയാണ്. അത് EMS ഇതെല്ലാം തുറന്ന് വളരെ വിശാലമായി എഴുതിയിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ചൊക്കെ താങ്കൾ ഈ ഒരാളെ കുറിച്ച് പറയുമ്പോൾ EMSനെ പോലെ ഒരു നേതാവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എന്തും വിളിച്ചു പറയുന്നത് ഇപ്പോൾ ഈ പുതിയ വാട്സാപ്പ് കാലത്തെ ആളുകളെ പോലെ എന്ത് പറഞ്ഞാലും നെഹ്റുവിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കുക എന്നൊക്കെ പറയുന്ന പോലെ അത്തരം നേതാക്കളൊക്കെ വലിയ പ്രകാശ ഗോപുരങ്ങളായി നിൽക്കുന്ന നേതാക്കളാണ്. അവരെ കുറിച്ചൊക്കെ ഒരു കാര്യം പറയുമ്പോൾ പഠിച്ചിട്ട് പറയണം, അല്ലാതെ എന്തും അങ്ങ് വിളിച്ചു പറയാനോ. സാർ ഒരു മിനിറ്റ്, സാർ വായിക്കറി പറയാൻ ഞങ്ങൾ അനുവദിക്കണം. ഞാൻ എന്താ തെറ്റായിട്ട് പറഞ്ഞത്? അദ്ദേഹം 2 യോഗത്തിലും പങ്കെടുത്തില്ലേ? താങ്കൾ അങ്ങനെയല്ല പറഞ്ഞത്. ഏത് യോഗത്തിൽ ആള് കൂടുതലാണെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോയതാണ്, അല്ലാതെ ആശയമൊന്നും അല്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തിക ആചാര്യനായി നിൽക്കുന്ന ഒരു നേതാവിനെ കുറിച്ച് ആള് കൂടി എണ്ണം നോക്കി പോയ ആളെന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാണ് അംഗീകരിക്കലാവുക? അദ്ദേഹം സ്വന്തം സ്വത്ത് എഴുതി കൊടുത്തതിന് വലിയ മഹത്വം പറയുന്നു. ഒരു വ്യക്തിക്ക് എന്തിനാ സ്വത്ത്? മക്കളെ വിദ്യാഭ്യാസത്തിനും ശ്രീ ബാലകൃഷ്ണൻ, അതൊന്നും അല്ലല്ലോ വിഷയം. EMSന്റെ ചരിത്രമൊന്നും ബാലകൃഷ്ണൻ ഇനി പറഞ്ഞ് കേരള ജനതയെ പഠിപ്പിക്കേണ്ടതില്ല. കേരള ജനതയ്ക്ക് EMS ആരാണെന്ന് നല്ല ഉത്തമമായ ബോധ്യമുണ്ട്. അല്ല, വേദനയുണ്ട് ശ്രീ ബാലകൃഷ്ണൻ, വേദനയുണ്ട്. താങ്കൾ എന്ത് വിളിച്ചു പറയാൻ കഴിയുന്ന ഒരാളല്ല EMS. എന്താ സംശയം? അങ്ങനെ എന്ത് വിളിച്ചു പറയാൻ കഴിയുന്ന ഒരാളല്ല EMS. അധികാരമോഹി തന്നെയാ. താങ്കൾക്ക് EMSനെ കുറിച്ചല്ല ചർച്ച. താങ്കൾക്ക് ഈ വിഷയത്തിൽ ചർച്ചയുണ്ടോ? താങ്കളുടെ പാർട്ടി ഏത് പാർട്ടിയിൽ നിന്ന് വരുന്ന ആളുകളെല്ലാം സ്വീകരിച്ച് ആക്കുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് പറയുന്നുണ്ട്, പറഞ്ഞോളൂ. ഏതെങ്കിലും ആശയം കണ്ടിട്ടാണോ ഇന്ത്യയിലെ മറ്റു പാർട്ടികളുടെ നേതാക്കന്മാരെല്ലാം പിടിച്ച് സ്വന്തം പാർട്ടിയിലാക്കുകയും അവർക്ക് അധികാര സ്ഥാനം കൊടുക്കുകയും ചാക്കിട്ട് പിടിക്കുകയും ചെയ്ത അതിനെ കുറിച്ച് താങ്കൾക്കൊന്നും പറയാനില്ലേ? ഇപ്പോ ഞാൻ വല്ല അസഭ്യം പറഞ്ഞോ? സാറിച്ചിട്ട് ചൂടാവാൻ അല്ല, താങ്കൾ അതിനേക്കാൾ മോശപ്പെട്ട രീതിയിലല്ലേ പറയുന്നത്? സാറിന്റെ മനസ്സിലങ്ങ് വെച്ചാൽ മതി. പ്രേക്ഷകരോട് അത് എടുക്കണ്ട. പ്രേക്ഷകരോടല്ല, പ്രേക്ഷകർ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ EMSനെ പോലെ നേതാവിനെ കുറിച്ച് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചാൽ തിരിച്ചു മറുപടി പറയേണ്ടി വരും. എന്നോട് എടുക്കണ്ട. താങ്കൾ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ താങ്കളുടെ ആരോടായാലും ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ സ്ഥിരമായി താങ്കളുടെ ശൈലി ഇതാണ്. താങ്കളുടെ ശൈലി ഇതാണ്. ചോദിക്കുന്ന വിഷയത്തിലല്ല പറയുന്നത്. താങ്കൾക്ക് ചില ആശയങ്ങളുണ്ട്. ആ രാഷ്ട്രീയ ആശയത്തുമായിട്ട് ഇഷ്ടപ്പെടാത്ത ആളുകളെ, കോൺഗ്രസ്സുകാരായാലും CPM-കാരായാലും അവരെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളെ കുറ്റം പറയും. അതിനെന്താ? അധികാരമോഹം പണ്ടേ ഉള്ളതാ. താങ്കൾ ഇതേക്കുറിച്ച് ഒന്നും പറയാനില്ല. അപ്പോ അല്ല, താങ്കൾ നമ്മുടെ ചോദ്യം അതല്ലല്ലോ ശ്രീ ബാലകൃഷ്ണൻ. നമ്മുടെ ചോദ്യം എന്താണ്? നിന്ന നിലയിൽ പാർട്ടി മാറുന്ന ആളുകൾ, ഏറ്റവും കൂടുതൽ പാർട്ടി മാറുന്നവരെ സ്വീകരിക്കുന്ന പാർട്ടി താങ്കളുടെ പാർട്ടി BJP അല്ലേ? അതിനെ കുറിച്ച് താങ്കൾക്കൊന്നും പറയാനില്ലേ? ഞാൻ പല പ്രാവശ്യം താങ്കൾ ചെയ്യുന്നുണ്ട്. അനുവദിച്ചു തരുമൊന്നുമില്ല. താങ്കൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളൂ. ആവശ്യം പോലെ പറയാൻ പറ്റുമെങ്കിൽ അധികാരമോഹം എക്കാലത്തുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാർക്കുണ്ട്. അതാണ് താങ്കൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞത്. താങ്കൾക്ക് ഇത്തരം ചോദിച്ചില്ലേ പറയുമ്പോ? ശരി, ഓക്കെ. എന്തായാലും താങ്കൾക്കൊന്നും പറയാനില്ല. താങ്കൾ ചൊറിയോ ചൊറിയാതിരിക്കുക എന്ത് വേണം ചെയ്യൂ ശ്രീ ബാലകൃഷ്ണൻ. നല്ലതാണ്. താങ്കളൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ചരിത്രമൊന്നും ഒരു സ്ഥലത്ത് നിന്ന് മാറില്ല.
ശ്രീ ബാലനാണ്. നിരന്തരം വാർത്തകൾ ഇപ്പോൾ 10-15 പേരുടെ വാർത്തകളെങ്കിലും നമ്മൾ ഓരോ ദിവസം പല ദിവസങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നു. ഇവരെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശ്രീ ശരത്താണ് ബാലരാമപുരത്തും. ശ്രീ ശരത്ത്, താങ്കൾക്ക് പറയാം. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ പഴയ കാലത്തെ അപേക്ഷിച്ച് എപ്പോഴും രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ചാട്ടം ഉണ്ട്. കാരണം BJPയിൽ നിന്നിട്ടുള്ള പല അംഗങ്ങളും കോൺഗ്രസിലോട്ട് പോവുകയും കോൺഗ്രസിൽ നിന്ന് അവർ കമ്മ്യൂണിസ്റ്റിലേക്ക് വരികയും അങ്ങനെ പാർട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും അധികാരങ്ങൾ കൈമാറുകയും അധികാരത്തിന് വേണ്ടിയുള്ള മോഹങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഒക്കെ നടന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ പേര് ഓടിയിട്ടുള്ള പാർട്ടികളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും തന്നെയാണ്. കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാത്രമേ കേരളത്തിനകത്ത് കൂടുതലായിട്ട് നമുക്ക് കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു വേരൂന്നി എന്ന് പറയാൻ പറ്റുള്ളൂ. BJP ഒക്കെ കടന്നു വരുന്നതേ ഉള്ളൂ. ആം ആദ്മി എന്ന് പറഞ്ഞ ഒരു പാർട്ടിയെ പറ്റി പറഞ്ഞിട്ട് ഇപ്പൊ എവിടെയാണെന്ന് പോലും അതിനെപ്പറ്റി കൂടുതൽ അറിയാനില്ല. കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ആശയങ്ങൾക്ക് മാത്രമേ കേരളത്തിനകത്ത് കൂടുതൽ ശക്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അധികാരമോഹനത്തിന് വേണ്ടി പോവാതെ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ഏത് പാർട്ടിയായാലും നിലനിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്രയേ ഉള്ളൂ. ശരി, നമ്മുടെ ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്നാണ്. ശ്രീ ഗോപകുമാർ, ഈ സ്ഥാനാർത്ഥിത്വം കിട്ടില്ല എന്ന് ഉറപ്പാവുകയും മറ്റേതെങ്കിലും പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്ന് ഒരു തോന്നൽ വന്നാൽ അതിന് ജയിച്ചാലും വേണ്ടിയില്ല തോറ്റാലും വേണ്ടിയില്ല എങ്ങനെയെങ്കിലും ഒന്ന് മത്സരിച്ചാൽ മതിയെന്ന് ഇങ്ങനെ ആർത്തി മൂത്തു നിൽക്കുന്ന ചിലരെങ്കിലും പാർട്ടികൾ മാറി ചാടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്താണ് താങ്കൾക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം കിരൺജി. നമസ്കാരം. ഇപ്പൊ ഞാൻ ഈ കിരൺജിന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോ ഒരുപാട് ആൾക്കാർ അങ്ങനെ വിളിക്കാൻ തുടങ്ങിയെന്ന് ഒരു സംശയമുണ്ട് എനിക്ക്. അപ്പൊ 2-3 ആള് കിരൺജി എന്ന് പറയുന്ന കേട്ടമായിട്ട് തോന്നി. പക്ഷെ ഇരിക്കട്ടെ, എന്തായാലും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ലേ കിരൺജി ഉണ്ടാവുക. ഓരോരുത്തരുടെ ഓരോ അഭിപ്രായം. നേരത്തെ ബാലകൃഷ്ണൻ സംസാരിച്ച രീതി, EMS പറ്റി സംസാരിച്ച കാര്യം, അത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമായിട്ട് വിട്ടാ പോരെ. അങ്ങനല്ലേ കാണുന്നത്. ഇപ്പൊ മലമ്പുഴ ബാലകൃഷ്ണൻ പലപ്പോഴും പറയുന്നത് ബാലകൃഷ്ണനെ ആ അഭിപ്രായത്തിന് വിട്ടാൽ ബാലകൃഷ്ണൻ പിന്നെയും ഈ തരത്തിലാണ്. ഇത് പാർട്ടി മാറുന്നതിനെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ EMS പാർട്ടിയിൽ ആളെണ്ണം നോക്കി 2 പാർട്ടിയിൽ നിന്ന് ആളെണ്ണം നോക്കി പാർട്ടി മാറിയ ആളാണെന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്? അങ്ങനെയല്ല കിരൺജി, ഞാൻ ഒന്ന് പറഞ്ഞോളൂ. ഇപ്പൊ മലമ്പുഴന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 2ാമത്തെ 3ാമത്തെ ഒരാളായിട്ട് വിളിച്ച ഒരാള് CPM ആളാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യമുണ്ട്. എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. മലമ്പുഴയിൽ ഇനി ആര് തലകുത്തി നിന്നാലും കോൺഗ്രസിലേക്ക് മറ്റേ VS അച്യുതാനന്ദന്റെ PA ആയിരുന്ന ആള് മത്സരിച്ചാലും ഒരു വോട്ട് പോലും മാറാൻ പോകുന്നില്ല. മലമ്പുഴയൊക്കെ CPM ജയിച്ചു കഴിഞ്ഞു, ആളേറാൻ തീരുമാനമായിട്ടില്ല. മൂപ്പർ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഭാഷയാണ്. ആള് പറയണത് ഇങ്ങനെ മാറി വരുന്ന. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾ കേട്ടിരുന്നോ? നിങ്ങളുടെ പാർട്ടിയല്ലേ പി സരിനെ, കോൺഗ്രസിൽ നിന്ന് വന്ന പി സരിനെ ഒരു രാത്രി വിളിച്ചപ്പോൾ CPM ആക്കി നിർത്തി മത്സരിപ്പിച്ചതെന്ന് ചോദിച്ചില്ലേ? അത് അവരോട് അതേ മറുപടി. അദ്ദേഹം മാന്യമായ ഒരു കാര്യം പറഞ്ഞു, അതുകൊണ്ട് മാന്യമായി തന്നെ തിരിച്ച് അവരോട് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു ചോദ്യം അവരോട് ചോദിച്ചു. ബാലകൃഷ്ണൻ ആ രീതിയിലല്ല ചൂണ്ടിക്കാണിച്ചത്, അതുകൊണ്ട് ബാലകൃഷ്ണൻ ആ രീതിയിൽ സംസാരിച്ചു. ഇപ്പൊ കോൺഗ്രസിന്റെ വിഷയം, എനിക്ക് കോൺഗ്രസിന്റെ വിഷയമൊന്നുമില്ല. ഞാൻ കോൺഗ്രസിന്റെ അനുഭാവിയല്ല, CPMന്റെ അനുഭാവിയല്ല. എന്താണ് കിരൺജിക്ക് നന്നായിട്ട് അനുഭാവി തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പക്ഷെ അവിടെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആള്, ഇപ്പൊ ഈ സുരേഷ് പറഞ്ഞ ആള് പാർട്ടി മാറി വന്ന ആളല്ല. ഒരു കാരണവശാലും പാർട്ടി മാറി വന്ന ആള് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് വീണ്ടും തിരിച്ചെടുക്കുമെന്ന് കാത്തിരുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അയാളെ അങ്ങനെ എടുക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരമൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലമ്പുഴ, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, മലമ്പുഴ എന്നെ വിളിച്ചത് ഞാനത് ഓരോ അവരുടെ പാർട്ടിക്കാര് പാർട്ടിയുടെ ഓരോ അഭിപ്രായം പറയുന്നത്, ഓരോ CPMന്റെ അഭിപ്രായം, BJPയുടെ അഭിപ്രായം, സജീവമായിട്ട് വരാനുള്ള ഒരു കാരണം, ഒരു മിനിറ്റ്, ഞാനൊക്കെ ഈ പാർട്ടിയിലേക്ക് BJPയുടെ അനുഭാവിയായിട്ട് വരാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തൊട്ടടുത്തുള്ള വീട്ടുകാരനാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരൊക്കെ എന്റെ അയൽപ്പക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എന്റെ വീടും സന്ദീപ് വാര്യരുടെ വീടും കൂടി. അദ്ദേഹം ഞാനും കൂടെ ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്റെ നാട്ടില് CPMന്റെ കോട്ടയാണ്. അവിടെയാണ് ഞാൻ പൊരുതി നിന്നിട്ട് BJPക്ക് 10 വോട്ടും 10 മെമ്പർമാരെയൊക്കെ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി. ആ സമയത്ത് സന്ദീപ് വാര്യർ BJPയിലായിരുന്നു. അദ്ദേഹം മാറിപ്പോയി, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാറി, അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല എന്നുള്ള താല്പര്യം കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇടിച്ച് അമർത്തപ്പെട്ടു, അല്ലെങ്കിൽ അയാളുടെ അമ്മ മരിച്ച സമയത്ത് വന്നില്ല, അച്ഛൻ മരിച്ച സമയത്ത്, അമ്മ മരിച്ച സമയത്ത് വന്നില്ല. ഞാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, വെള്ളം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. മെയിൻ നേതാക്കന്മാർ വന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ മൂപ്പരുമാര് അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്. K കരുണാകരൻ പോലെ ഡിക്ക് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കിയില്ലേ, കോൺഗ്രസ് മാറിപ്പോയതല്ലേ, വീണ്ടും കോൺഗ്രസിൽ വന്നില്ല. പക്ഷെ അയാൾക്ക് കോൺഗ്രസ് വീണ്ടും വന്ന് ശോഭിക്കാൻ പറ്റില്ല. K മുരളീധരൻ ഡിക്കിൽ പോയതല്ലേ, ഡിക്ക് പറഞ്ഞ DIC, അതാ ഉദ്ദേശിച്ചു. അബ്ദുള്ള കുട്ടി, AP അബ്ദുള്ള കുട്ടി, അത് വേറെ ആരൊരു പ്രേക്ഷകൻ പറഞ്ഞു, വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. AP അബ്ദുള്ള കുട്ടി ഇപ്പൊ BJPയുടെ കൂടെ നിൽക്കണം. അയാൾക്ക് മനസ്സിലായി കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. പക്ഷെ അയാൾ മത്സരിക്കാൻ നിന്നില്ല, കോൺഗ്രസിന്റെ കൂടെ നിന്നു, മത്സരിച്ചു.
ജയിച്ചു. CPM-ന്റെ കൂടെ നിന്നും മത്സരിച്ചു ജയിച്ചു. രണ്ട് പാർട്ടിയിൽ നിന്നും മത്സരിച്ച് ജയിച്ച് ആൾക്കാരെ വോട്ട് വാങ്ങി ജയിച്ച ആളാണ്, സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ച ആളാ. അയാളെ എങ്ങനെ കുറ്റം പറയാം? അതല്ല ഭേദം, ഇതാണ് നല്ലതെന്ന് തോന്നി അയാൾ മാറിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ BJP-യിൽ വന്ന് അദ്ദേഹം മത്സരിച്ചിട്ടില്ല. ആള് നല്ലൊരു പോസ്റ്റ് കൊടുത്ത് അവിടെ ഇരിച്ചിരിക്കുകയാണ്, മുകളിലൊരു പോസ്റ്റ് കൊടുത്ത് ഇരിച്ചിരിക്കുകയാണ് മൂപ്പറിനെ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. ആയിഷ പോറ്റീനെ ഇപ്പൊ കോൺഗ്രസ് CPM-ൽ 3 തവണ MLA ആയിട്ടുള്ള ആളല്ലേ ആയിഷ പോറ്റി. ഇപ്പോൾ ആയിഷ പോറ്റി മാറിയതായാലും ഈ പറയുന്ന AP അബ്ദുള്ളക്കുട്ടി മാറിയതായാലും ഇവരൊന്നും ആശയപരമായി അവർ നിന്ന പാർട്ടിയോട് ഏതെങ്കിലും ആശയപരമായി വിയോജിപ്പുണ്ടായതുകൊണ്ട് മാറിയതല്ല. ഇവരെല്ലാം അക്കരെ പച്ച കണ്ട് അല്ലെങ്കിൽ അവരെല്ലാം അവിടെ എന്തെങ്കിലും സ്ഥാനം കിട്ടുമെന്ന് കണ്ട് കഴിഞ്ഞ് മാറുന്നവരാണ് ഈ 90% പേരും. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് CPM-ൽ നിന്ന് മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് മാറുന്നവരായാലും BJP-യിൽ നിന്ന് മാറുന്നവരായാലും ഇവരെല്ലാം ഇപ്പോൾ സന്ദീപ് വാര്യർ എന്താ അവിടുന്ന് മാറിയെന്ന് താങ്കൾ പറഞ്ഞു, അതുപോലെ തന്നെ ആണ് ഇവരെല്ലാം മാറുന്നതല്ല. ഇത് ഏതെങ്കിലും ഒരു ആശയം കണ്ട് ഈ പറയുന്ന മറ്റേ എൻ്റെ എതിർ പാർട്ടിയുടെ ആശയം എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറുന്നു എന്ന് കരുതി മാറിയവരാണോ ഇവരല്ലോ? അല്ലല്ലോ. തീർച്ചയായിട്ടും സന്ദീപ് വാര്യരൊന്നും ഒരു കാരണവശാലും കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ അല്ല, രാജീവ് ഗാന്ധി അല്ല, രാജീവ് ഗാന്ധിയുടെ അമ്മയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ അല്ല, ഇന്ദിരാഗാന്ധിയുടെയും അച്ഛനായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിനെ പോലും അതിന്റെയും മേലുള്ള ആൾക്കാരെ പോലും വച്ചയ്ക്ക് നല്ല വർഗീയമായിട്ട് സംസാരിച്ചിരുന്ന ആളാണ് സന്ദീപ് വാര്യർ. അയാളിപ്പം അതാണ് നല്ല നന്മയുടെ സ്ഥലം, അതാണ് അവിടെയാണ് നല്ല ഇതിൽ പറഞ്ഞല്ലേ പോയിരിക്കുന്നത്. അതേ രാഷ്ട്രീയം കണ്ടത് അവിടെ കാണുന്ന സീറ്റല്ലേ ചിലപ്പോൾ തിരിച്ചറിഞ്ഞാണ് മാറിയെങ്കിൽ നല്ലത്, സ്ഥാനത്തിന് വേണ്ടിയാണ് മാറിയെങ്കിൽ അത് അംഗീകരിക്കാനും കഴിയില്ല. ശരി, സ്ഥാനത്തിന് വേണ്ടി മാറി തന്നെ നസീർ ഹുസൈനാണ് പാലക്കാട്. നസീർ ഹുസൈൻ, ഈ പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ മാറ്റത്തിന്റെ ഒരു പല വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ നാസർ ഹുസൈൻ്റെ കോള് കട്ടാണെന്ന് പറയുന്നത് ശ്രീ പ്രേമനാണ് ചെന്നൈയിൽ നിന്നും. ശ്രീ പ്രേമൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ ഇലക്ഷൻ വരാൻ പോകുന്നു, ഇപ്പോൾ ഈ ചെറുകിട നേതാക്കൾ തൊട്ട് പലരും ഇങ്ങനെ പാർട്ടി മുന്നണിയുമൊക്കെ ചാടിക്കളിക്കുകയാണ്, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, മുമ്പൊക്കെ തമിഴ്നാടും കർണാടക ഇങ്ങനെയുള്ള പല സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടലുകൾ കാണും. ഇപ്പൊ കേരളത്തിൽ ഇത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. പല ആളുകളും പാർട്ടി മാറി പോവുക. കാരണം അവരൊക്കെല്ലാം അധികാര മോഹം മാത്രമാണ്. ഐഷ പറ്റി ഇപ്പോ സീറ്റ് ഉറപ്പിച്ചിട്ടാണ് പിന്നെ കോൺഗ്രസിലേക്ക് പോയിട്ടില്ല. അത് PK ശശി എന്തൊക്കെ ഉറപ്പ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇവരൊന്നും പോയത് കൊണ്ടൊന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ വരില്ല നിങ്ങൾ ആരും ധരിക്കണ്ട. അടുത്തപക്ഷം തീർച്ചയായിട്ടും അധികാരത്തിൽ വരും. കാരണം എന്താ, നിങ്ങളെന്താ പറയുന്നത്, നമ്മളെ നാടാകെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ എല്ലാ വികസനത്തിന്റെ ഇടതുപക്ഷം വരുമോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ചർച്ച. ഇടതുപക്ഷവും ഇതുപോലെ കോൺഗ്രസിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുകയും ഇപ്പോൾ PS പ്രസാദിനെ പോലാൾ കോൺഗ്രസിൽ നിന്ന് വന്നപ്പോൾ PS പ്രസാദിന് തിരുവാങ്കൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനമാണ് നൽകിയത്. DPL കുമാറിന് അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് നൽകിയത്. P സരിനെ അന്നേരം തന്നെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി. അപ്പോൾ എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെ ചാടിക്കാൻ നിൽക്കുന്നതിൽ ആരും മോശക്കാരല്ല. അധികാര മോഹികൾ ഇങ്ങനെ ചാടുക കാരണം എന്താണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നുള്ളത് ഇത് കണ്ടുകൊണ്ടാണ് ചാടുന്നത്. ഐഷ പോറ്റിയിൽ 3 പ്രാവശ്യം MLA ആക്കി, അവരെ ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് ആക്കി, അങ്ങനെയുള്ള അവരുടെ സ്ഥാനമാനങ്ങളെ കൊടുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതിന്റെ പേരിലേ അവർ മാറി നിന്നത്. അതുപോലെ അധികാരം ഇപ്പോൾ സീറ്റ് കോൺഗ്രസ് സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞതിന്റെ പേരിലേ പോയിട്ടുള്ളത്. അവരെന്താ പാർട്ടിയിൽ മണ്ഡലത്തിൽ അങ്ങനെ പ്രവർത്തിച്ച ആളാ മറ്റുമാണ് ഐഷ പോറ്റി. അപ്പൊ അതുപോലെ തന്നെയല്ലേ കോൺഗ്രസിൽ നിന്നും BJP-യിൽ നിന്നും ആളുകളൊക്കെ ഇങ്ങോട്ട് ചാടിച്ചതും അതുപോലെ തന്നെയല്ലേ? അത് ഇത് മാത്രം മോശം, മറ്റേത് മഹത്തരമാകുന്നില്ലല്ലോ. ആരെങ്കിലും ചാടിപ്പോയത് കൊണ്ട് ഈ ഗവൺമെന്റിലുള്ള വിശ്വാസം ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ ശരത്താണ് ബാലരാമപുരത്തും. ശ്രീ ശരത്ത്, ശരത്തിലേക്ക് വരും മുമ്പ് ഒരു ചെറിയ ഇടവേള അനിവാര്യമായിരിക്കുകയാണ്. ഇടവേളയുടെ സമയമാകുന്നു. വളരെ വേഗത്തിൽ തന്നെ മടങ്ങി വരാം. നേതാക്കൾ നിരന്തരം പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ മാറാൻ തയ്യാറായി ക്യൂ നിൽക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ PK ശശിയുടെ വാർത്താ സമ്മേളനം അടക്കം കണ്ടു. അദ്ദേഹം പാർട്ടി മാറിയതായി അദ്ദേഹം പറയുന്നില്ല, പാർട്ടിയിൽ നിൽക്കുന്നുവെന്ന് തന്നെ പറയുന്നു. പക്ഷേ KTDC ചെയർമാൻ സ്ഥാനം ഇപ്പോൾ രാജിവെച്ചു. മറ്റെന്തൊക്കെ ചില സൂചനകളൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യക്തമാണ്. അങ്ങനെ പലരും നിൽക്കുന്നു. ശ്രീ ലക്ഷ്മണനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ലക്ഷ്മണൻ, ഈ തെരഞ്ഞെടുപ്പാകുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആശയങ്ങളും ഉപേക്ഷിച്ച് സ്വന്തം പാർട്ടിയെ തള്ളി മറ്റൊരു പാർട്ടിയിലേക്ക് ചാടുന്ന നിരവധി പേർ, അവർക്ക് അവരുടേതായ കാരണങ്ങൾ കാണും. അവരെ എങ്ങനെയാണ് നമുക്ക് ആ കാര്യത്തെ വിശേഷിപ്പിക്കാനാവുക? അതെ സാറേ, അതായിരുന്നു നമ്മൾ MK കണ്ണൻ കണ്ണൂരിലില്ലേ, ഞാൻ കണ്ണൂരാണ്. തൃശ്ശൂരിലെ MK കണ്ണൻ അധികാരം കിട്ടുന്ന വെച്ചാൽ തൃശ്ശൂരിന് CMP രൂപീകരിക്കാൻ വേണ്ടി ഏറ്റവും വലിയ പ്രതികരിച്ചത്. ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ.
ആ അദ്ദേഹം ഇപ്പൊ CPM അപ്പൊ അദ്ദേഹം മറ്റേ കരിവന്നൂർ മേഖല കാലത്തെരുവായിട്ട് നിൽക്കുമെന്ന്. ഞാനിന്റെ CM-ന്റെ ഒരു അനുഭവിയായിരുന്നു മുമ്പ് 86-ല്. ഹലോ, താങ്കൾ പറഞ്ഞോളൂ. ആ ആ ആ അങ്ങനെയുള്ള ആൾക്കാർ, പല ആൾക്കാരും അങ്ങനെ കണ്ണൂരിലെ പല CMB-യിൽ വന്ന നേതാക്കൾ ഇപ്പൊ CPM-ൽ പോയത് അധികാരവും പണവും മോഹിച്ചിട്ടുണ്ടാകുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അധികാരമോഹികളും പണമോഹികളും തന്നെയാണ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത്. ശ്രീ മഹി, കേരളത്തിലെ ഒരു പാർട്ടിയും അതിൽ ഞങ്ങൾ ഭേദമാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ തരത്തിലേക്കുള്ള ഒരു ആദർശ ശുദ്ധി ഉണ്ടെന്ന് അവകാശപ്പെടാൻ കഴിയുന്നില്ല. കേരളത്തിലെ പാർട്ടികളൊക്കെ മറുകണ്ഠം ചാടി വരുന്നവർക്ക് അധികാരം കൊടുത്ത് അല്ലെങ്കിൽ കൂടുതൽ പേർ ചാടി വരൂ എന്ന് പ്രലോഭനങ്ങൾ കൊടുത്ത് നിർത്തുകയാണ്. അങ്ങനെ ചാടാൻ ആളുകൾ നിൽക്കുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമുക്ക് ശരി ആദ്യം ഭയങ്കര വിഷമമാണ്. കാര്യം വടക്കര പറഞ്ഞത് EMS-ന് ഈ കാപ്പറിക്കളെ പറ്റി ചേർത്ത് പറഞ്ഞത് മനസ്സിന് ഭയങ്കര വിഷമമുണ്ട്. അത് നോക്കി സംസാരിക്കണം. അത് നോക്ക് കാണില്ല വടകര, മനസ്സിലാക്കുക. പിന്നെ ഇപ്പം പോലെ സ്വരാജ് പാർട്ടി വെച്ച് പോയി. ഒരാൾക്ക് പറയാനുള്ളത് ഓരോരുത്തർക്കും പറയാം, അല്ലാതെ നമുക്ക് നാക്ക് കാണില്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല. ആളിലൊന്ന് ഇപ്പോഴത്തെ കാപ്പറിക്കൽ പോലെ പോലെ ചേർത്ത് പറയാൻ ഒക്കില്ല. അത് അങ്ങനെ ഒരിക്കലും അംഗീകരിക്കില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുക, അല്ലാതെ ഒരാൾ നാക്ക് കാണില്ല എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഒരാളെ ഭീഷണിപ്പെടുത്തേണ്ടതുമില്ല, അത് ശരിയല്ല. താങ്കൾ ഇതിൽ പറയും. സ്വരാജ് പോയി. ഇപ്പോൾ സ്വരാജിന്റെ അസോസ് ഉണ്ടോ? മഹി, സെൽവരാജ് താങ്കൾ പറയുന്നത് പൂർണ്ണമായും വ്യക്തമാകുന്നില്ല. ശ്രീ ദാസനാണ്. സ്വരാജ് കോൺഗ്രസ് പോയി. ഇപ്പൊ സ്വരാജ് പൊടി കയറാനില്ല. അതുപോലെ ശശിഭായി 1000 ശശിഭായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരും. ഇത്രയേ ഉള്ളൂ. ശരി, ശശി ഇത്ര കാലം സംരക്ഷിച്ച് നിർത്തിയത് ഇതിന്റെ നേതാക്കൾ തന്നെയല്ലേ? അതെല്ലാം ചെറിയ അത് കുഴപ്പമൊന്നുമില്ല. രാഷ്ട്രീയമല്ല. ശരി, ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, ഈ ചാട്ടം നടത്തുന്നവരുടെ കാലമാണ് എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കൂടുതൽ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചവരൊക്കെ ഒരു പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിലേക്ക് ചാടിയ ആളുകളാണ്. ആ പാർട്ടിയിൽ തന്നെ പരമ്പരാഗതമായി നിൽക്കുന്ന ആളുകൾക്കല്ല. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇതൊരു കൃഷിയായിട്ട് കാണുമല്ലേ? ഈ രാഷ്ട്രീയം കൃഷിയായിട്ടാണ്. കഴിഞ്ഞ പാലക്കാട് ഇലക്ഷന് അന്ന് 2 മെയിൻ നേതാക്കന്മാരിലേക്ക് പോയി. സന്ദീപ് വാരൊക്കെ സീറ്റിട്ട സന്ദീപ് വാര മാറിപ്പോയി, സരിനിട്ട സരിന് മാറിപ്പോയി. ഇത് കാലാകാലങ്ങളായിട്ട് ഇത് ചെറിയ സുഖമല്ല ജയൻ ബാബു. നമ്മളിപ്പോഴത്തെ ആൾക്കാരെ ഈ നികുതിപ്പണം എടുത്തുകൊണ്ട് സുഖമായി ജീവിക്കാനുള്ള ഇതുപോലത്തെ സുഖം പറയും. ഇപ്പൊ 25 കോടി ഉറുപ്പിന്റെ ഓണം ബമ്പർ അടിക്കുന്ന ആ ടിക്കറ്റിന് സമ്മാനം തരാമോ വേണ്ട, അല്ലെ ഒരു മന്ത്രിസ്ഥാനം വേണ്ടത്, ഞാൻ മന്ത്രിസ്ഥാനം മതി എന്ന് പറയും. പിന്നെ EMS-നെ പറ്റി പറഞ്ഞാല് EMS പാർട്ടി 64 പാർട്ടി ഉണ്ടായപ്പോ EMS കുറച്ചു കാലം എഴുത്തും വായനയായിട്ട് കഴിച്ചുകൂട്ടി സജീവമായിട്ട് ഉണ്ടായില്ല. പിന്നെ KPR ഗോപാലിനെ പോലത്തെ ആൾക്കാരാണ് EMS-നെ CPM-ലേക്ക് കൊണ്ടുവന്നത്. EMS അല്ലാതെ പിന്നെ EMS കുറച്ചു കാലം ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പോവാതെ 64 പാർട്ടി ഉണ്ടായപ്പോ EMS നിന്ന് എപ്പോഴും നിൽക്കുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല. അപ്പൊ KPR ഗോപാലിനെ പോലത്തെ ആൾക്കാരാണ് EMS-നെ ഈ CPM-ലേക്ക് അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടുകാർ ചിന്തിക്കണം. ഇങ്ങനെ നമ്മളെ ഇപ്പൊ KV തോമസ്, നമ്മളെ KT അനിൽകുമാർ, നമ്മളെ സന്ദീപ് വാര്, സരിന്, ലതിക സുഭാഷ് എന്നിയാൽ ഒടുങ്ങാതെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് KV തോമസിനെ പോലത്തൊക്കെ ഇതൊന്നും വേണം. നമ്മളെ നികേഷ് കുമാർ നോക്ക്, MP രാഘവൻ വെച്ചാൽ കേരളത്തിലെ ഒരു പാർട്ടി മാറിയത് കൊണ്ട് ഏറ്റവും ആക്രമിക്കപ്പെട്ട നേതാവാണ്. ഈ നികേഷ് കുമാറിന്റെ വീട് തീ വെച്ചിട്ടുണ്ട്. ആ നികേഷ് കുമാർ ഒരു സീറ്റിന് വേണ്ടിയിട്ട് ആ മഹാമനുഷ്യൻ സ്വന്തം അച്ഛൻ ആത്മാവിന് എനിക്ക് വിശ്വാസമില്ല, ആത്മാവ് ഉണ്ടെങ്കിലോ ഈ നികേഷ് കുമാറിനെ കഴുത്ത് പിടിച്ച് നേക്കും ഈ MP രാഘവൻ ആത്മാവ് വന്നിട്ട്. അത്ര തോന്നാത്ത ആളെ കാണിക്കുന്നത്. അതുകൊണ്ട് കിരൺ ബാബു നമ്മൾ ഇനിയും തന്നെ മനസ്സിലാക്കേണ്ടത് ഇത് ഈ എല്ലാ BJP-യും കോൺഗ്രസും മാർക്സിസ്റ്റ് എല്ലാം ഇത് നമ്മൾ നാട്ടുകാരാ ഇങ്ങനെ പീഡിച്ച് ജീവിക്കാൻ വേണ്ടി ഉപാധിയായിട്ട് കാണുന്ന രാഷ്ട്രീയം ഇതിങ്ങനെ നടക്കും. ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ മാവോയിസ്റ്റുകളായിട്ട് ചെയ്യുന്നുണ്ട്. പറയാൻ പാടില്ല, തെറ്റാണ്. എന്നാൽ ഞാൻ പറയാം, സഹിക്കാൻ പറ്റായിട്ട് പറയുന്ന. ഓക്കെ കിരൺ ബാബു. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ആശയപരമായ വിഷയങ്ങളിൽ ഒരാൾ രാഷ്ട്രീയം മാറി മറ്റൊരു രാഷ്ട്രീയം സ്വീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം രാഷ്ട്രീയം ഒരു ആശയമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഈ മറുകണ്ഠം ചാടി ശീലിക്കുന്നവർ എല്ലാ പാർട്ടിയിലും ഇപ്പോൾ അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വളരെ ശിശുവാണ്. ഡെമോക്രാറ്റിക് സിസ്റ്റത്തില് ഇന്ത്യൻ ജനാധിപത്യം വളരെ ശിശുവാണ്. അമേരിക്കൻ റിപ്പബ്ലിക് ആയിട്ട് 250 കൊല്ലമായി. ഇതുവരെ അവർക്കൊരു പക്വത നേടാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അപ്പൊ ഇന്ത്യയിലെ കാര്യം പറയണ്ടല്ലോ. ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ചാടിപ്പോയ ആൾക്കാർ എത്രയാ? നമുക്ക് എവിടെ തുടങ്ങണം? ഇന്ദിരാഗാന്ധിയിൽ തുടങ്ങണം. ഇന്ദിരാഗാന്ധിയിൽ
കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയില്ലേ? കോൺഗ്രസിന് ഔദ്യോഗിക സ്ഥാനാർത്ഥി ഉണ്ടായിരുന്ന സമയത്ത് പ്രസിഡന്റായിട്ട് മത്സരിക്കാൻ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നപ്പം വിമതനായിട്ട് ഒരാളെ നിർത്തിയ ആളാണ് ഇന്ദിരാഗാന്ധി. നമ്മൾ അവിടെയല്ലേ തുടങ്ങണ്ടേ? ഏറ്റവും താഴത്തെ ഇപ്പൊ ഇന്നത്തെ വാർത്തയല്ലേ ശശിയൊക്കെ ഇന്ദിരാഗാന്ധിയുടെ മുന്നിലൊക്കെ എന്തുവാ? ഒന്നുമില്ലല്ലോ. അത് കഴിഞ്ഞ് ആരൊക്കെ ഇങ്ങോട്ടൊക്കെ പോയി? കേരളത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാല് കെ കരുണാകരനേക്കായ വലിയൊരാളുണ്ടായിരുന്നോ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇവിടെ കേരളത്തില്? കെ കരുണാകരനും മുരളിയൊക്കെ വിട്ടുപോയില്ലേ? ഒരു കാലത്ത് AK ആന്റണി പോയില്ലേ കോൺഗ്രസിൽ നിന്ന്? AK ആന്റണി പോയില്ലായിരുന്നോ? അതുപോലെ കേരള കോൺഗ്രസ് എത്ര കഷ്ണമായി ഏതെല്ലാം കാര്യത്തിൽ? ശ്രീ ബാലകൃഷ്ണപിള്ള മുതല് KM മാണി മുതല് പിന്നെ ആരൊക്കെയായിരുന്നു? പേരെടുത്ത് പറഞ്ഞാൽ എത്രയോ ആളുകളാ. വലിയ മഹാരഥന്മാർ ഇങ്ങനെ വിട്ടുപോവുകയും കേരള രാഷ്ട്രീയം പിന്നെയും മുന്നോട്ട് പോവുകയും ഇന്ദിരാഗാന്ധി പോലുള്ള ആൾക്കാർ ചെറിയ വിഷയം. AK ആന്റണി പോയി വേറൊരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ ഇങ്ങനെ ഒരു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളിന് BJP-യോടോ അല്ലെങ്കിൽ കോൺഗ്രസിനോടുള്ള എതിർപ്പ്, കോൺഗ്രസിൽ നിൽക്കുന്ന ഒരാൾക്ക് BJP-യോടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള എതിർപ്പ്, അങ്ങനെ നേരെ മറുകണ്ഠം ചാടുകയായിരുന്നില്ല. അതിനൊക്കെ അവർക്ക് രാഷ്ട്രീയമായ ചില കാരണങ്ങൾ. അതിനെ നമ്മൾ ഇപ്പോഴത്തെ കാലത്തെ നേരെ ഇന്നലെ വരെ CPM ആയിട്ട് നിന്നിട്ട് ഇന്ന് BJP-യിലേക്കോ അല്ലെങ്കിൽ BJP ആയിട്ട് നിന്നിട്ട് കോൺഗ്രസിലേക്കോ, കോൺഗ്രസ് ആയിട്ട് നിന്നിട്ട് CPM-ലേക്കോ ചാടുന്നത് പോലെ അതിനെ നമുക്ക് രണ്ടിനെയും ഒരുമിച്ച് കാണാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാല് ഏറ്റവും വലിയ ആൾക്കാര് ആശയപരമായിട്ടല്ല പോയത്, അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ കൊണ്ടിട്ടാണ് പോയത്. അവരെല്ലാം ആശയപരമായിട്ടല്ല. കോൺഗ്രസിന്റെ ആശയം ഒരിക്കലും മാറി എന്തൊക്കെയായിരുന്നു നമുക്കറിയാലോ. അതുകൊണ്ട് ആശയപരമായിട്ട് അവർ മാറിയതല്ല, വ്യക്തിപരമായ താല്പര്യം കൊണ്ട് മാറിയതാണ്. അതുപോലെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ആൾക്കാർ മാറുന്നത് അവർ ഏത് ആശയത്തിൽ നിന്നാണോ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് ആ ആശയത്തിൽ അവർക്ക് അടിയുറച്ച വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ അവരുടെ വ്യക്തി താല്പര്യത്തെ അവർ മുൻതൂക്കം കൊടുക്കുന്നതുകൊണ്ടാ. പക്ഷെ അങ്ങനെ ഏറ്റവും ചീപ്പായിട്ട് പോകുന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തില് ഇന്ത്യയിലായാലും കേരളത്തിലായാലും പല സമയത്തും ജനം ഇത് മനസ്സിലാക്കി അവരെ ഒരു മൂലയ്ക്ക് ഇരുത്തുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ അടുത്ത കാലത്ത് ചാടിപ്പോയി ആരൊക്കെ ക്ലച്ച് പിടിച്ചു? ആരും ക്ലച്ച് പിടിച്ചിട്ടില്ല. പോയവരൊക്കെ പലയിടത്തും പോയി നശിച്ചു പോയതേ ഉള്ളൂ. പറയാൻ കഴിയില്ല. കോൺഗ്രസിന്റെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച PS പ്രശാന്ത് നേരെ CPM-ലേക്ക് വരുന്നു. CPM-ലേക്ക് വരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പോസ്റ്റിലേക്ക് PS പ്രശാന്തിനെ വെക്കുന്നു. അവസാനം ആ പോസ്റ്റിൽ വെച്ചത് കാരണം ഇപ്പോൾ പാർട്ടി അടക്കം നിന്ന നിലയിൽ മറുപടി പറയേണ്ട അവസ്ഥയിൽ എത്തുകയും ചെയ്തു. പ്രശാന്ത് പോയതിനേക്കാളും എത്രയോ കോളിളക്കം സൃഷ്ടിച്ച പോക്കായിരുന്നു സെൽവരാജിന്റേത്. സെൽവരാജിനെ ഇവിടെ കൊണ്ട് ചാടിച്ചു നമ്മുടെ കോൺഗ്രസ്സുകാര്. അതുപോലെ ഒരു സിന്ധു ജോയിയോ, അങ്ങനെ ഒരു വലിയൊരു യുവ നേതാവ് ഉണ്ടായിരുന്നു CPM-ന്റെ DYFI-യുടെ ഒക്കെ വലിയ നേതാവായിട്ട് നടന്നവളായിരുന്നു സിന്ധു. ആ സിന്ധു പോയിട്ട് എവിടെ അഡ്രസ് ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ പോയ എല്ലാവരും ഞാൻ പറഞ്ഞത് പോയതിലെ ബഹുഭൂരിപക്ഷം പേരും ശരിയാവാതെ പോയി. അവർക്ക് തെറ്റ് മനസ്സിലായിട്ടില്ലെങ്കിലും ജനം അവരെ മൂലയ്ക്കിരുത്തി. അതുകൊണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ പറയുന്ന പേരുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അങ്ങനെ ചാടിയാലും ഇട്ടിയമ്മ പിന്നെ ചെമ്മീൻ ചാടിയാൽ ചട്ടിയോളം അല്ലെ പിന്നെ മുട്ടോളം പിന്നെയും ചാടിയാൽ. ഈ പോയവരുടെ കഥ പറയുമ്പോൾ അതിനൊരു ചോദ്യം, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പലപ്പോഴും അവർ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന നൽകി വലിയ സ്ഥാനങ്ങളിലൊക്കെ ഇരുത്തിയത് ഈ പാർട്ടിയുടെ നേതാക്കൾ തന്നെയല്ലേ? അവര് ഇത്തരം ആളുകൾക്കൊക്കെ അങ്ങനെ പരിഗണന കൊടുത്ത് നിർത്തിയവരല്ലേ ഇപ്പോൾ ചാടിപ്പോയ ഓരോരുത്തരുടെ പേര് പരിശോധിച്ചാലും അവർക്കെല്ലാം അങ്ങനെ സാധാരണ മറ്റ് നേതാക്കൾക്ക് കിട്ടാത്തതിന് അധിക പരിഗണന കിട്ടിയവർ തന്നെയാണ്. സിഗ്മ എന്നൊരു സംഗതി കേട്ടിട്ടുണ്ടോ? സിഗ്മ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം കാര്യം ചെയ്യുമ്പോൾ ഒരു തെറ്റ് പറ്റുന്നതിനാണ് സിഗ്മ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതുപോലെ ആയിരക്കണക്കിന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ രാഷ്ട്രീയ പാർട്ടി CPM-നെ സംബന്ധിച്ച് പറഞ്ഞാല് എത്രയോ 1000 പാർട്ടി മെമ്പർമാരുണ്ട് പാർട്ടിക്കകത്ത്. അതിനകത്ത് 1% പോലും ഇല്ല ഇങ്ങനെ ആൾക്കാര്, 1% പോലും ഇല്ല. ശ്രീ സജി, താങ്കൾ എങ്ങനെയാണ് ഈ നിന്ന നിലയിൽ പാർട്ടി മാറുന്ന ആളുകളെ കാണുന്നത്? അവർക്ക് ആശയമല്ല പ്രശ്നം. ഈ പോയവരൊക്കെ ആമാശയത്തിന് വേണ്ടി മാത്രം പോയവരാ, അല്ലാണ്ട് ആശയം നോക്കി പോയവരൊന്നല്ല. അല്ല അങ്ങനെയല്ലേ സാറിന് അങ്ങനെ മനസ്സിലാവണേ? ശരി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ആശയത്തെക്കാൾ ആമാശയവും കസേരയും ഒക്കെ തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട. അവരുടെ ആവശ്യം ഇപ്പൊ അതാണ്. ഓരോരുത്തരും ഇപ്പൊ അത് ഈ നിങ്ങളുടെ പറയുന്ന വെളിച്ചത്ത് ലൈറ്റിലേക്ക് പോണ ഭാഷകളുണ്ടല്ലോ, അതുപോലെ ഇരിക്കും അവർ. ശരി, ഒന്നും പറയാൻ കഴിയില്ല. പലരും പാർട്ടി മാറിയവർ വലിയ വലിയ സ്ഥാനങ്ങൾ നേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചിലർ അത് പറ്റുകളായി തീരുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് കടന്നു വന്ന ആൾക്കാർ വലിയ സ്ഥാനത്ത് ഇപ്പോഴും ഇരിക്കും. ശ്രീ കൃഷ്ണകുമാറാണ് നമുക്കറിയാലോ.
ശ്രീ കൃഷ്ണകുമാറാണ് കൊല്ലത്തുനിന്നും. ശ്രീ കൃഷ്ണകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ കൂട്ടത്തോടെയുള്ള ഇപ്പോൾ ഒരു മാറ്റം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ കാണുന്നത്? ഈ പാർട്ടി മാറിപ്പോവുക എന്ന് പറയുന്നത് ആശയപരമാണെന്ന് പറയാൻ പറ്റില്ല. അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി അപ്പോഴപ്പോ കിട്ടുന്ന സ്ഥാനങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അപ്പക്കഷ്ണങ്ങൾ കണ്ടാൽ അതിന്റെ പുറകെ പോകുന്ന രീതിയിലാണ്. ഇത് പ്രബുദ്ധരായ നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഗതികൾ മാറി കിട്ടും. കാരണം ഇങ്ങനെ പാർട്ടി മാറി വരുന്നതിനെ, ആശയം മാറി വരുന്നതിനെ ഒരിക്കലും വിശ്വസിക്കരുത്. അവൻ നിന്ന് പ്രവർത്തിച്ച പാർട്ടിയെ വഞ്ചിച്ചിട്ട് മറ്റൊരു പാർട്ടിയുടെ അവന്റെ അധികാരമോഹത്തിന് വേണ്ടി പോകുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിർത്താൻ ജനങ്ങൾ ശ്രമിച്ചാൽ ഈ പ്രവണത കുറച്ച് കുറഞ്ഞു കിട്ടും. രണ്ടാമത്, നമ്മളെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ തന്നെ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരെ നേതാക്കന്മാരാക്കാൻ വേണ്ടി അടിയും തൊഴിയും കൊണ്ട് സാധാരണ യുവതലമുറകൾ കിടക്കുമ്പോൾ ഇങ്ങനെ ചാടി വരുന്ന ആൾക്കാർക്ക് പട്ടും പണവും കൊടുത്ത് സ്ഥാനങ്ങളിൽ എഴുതുന്നത് ശരിയാവണോ എന്ന് അവർ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇങ്ങനെ അവനവന്റെ ആശയങ്ങളെ ബലി കഴിച്ച് ഇന്നലെ വരെ ദോഷം പറഞ്ഞിരുന്ന പാർട്ടിയുടെ കൂടെ ഇപ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞു പോകുന്ന ആ മറുകണ്ഠം ചാടുന്നത് തന്നെയാണ് ആ നേതാവിന്റെ ഗുണമില്ലായ്മ എന്ന് മനസ്സിലാക്കി ജനങ്ങൾ പ്രതികരിച്ചാൽ ശിവദാസനാണ് ബാലരാമപുരത്ത്. ശ്രീ ശിവദാസൻ, ഒരു നിമിഷം ഒന്ന് ക്ഷമിക്കാം, നമുക്ക് വളരെ വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ വായിക്കേണ്ടതുണ്ട്. ഷിജു കിരിയത്ത് പറയുന്നു, വൈ മിസ്റ്റർ തോമസ് ഇൻ തംബ്നെയിൽ ഈസ് ഈ ചേഞ്ചിങ് ദി പാർട്ടി അഗെയിൻ മിസ്റ്റർ കിരൺ എന്ന് ചോദിക്കുന്നു. അല്ല, ഇപ്പോൾ മാറുന്നതായിട്ട് സൂചനയൊന്നുമില്ല. ദീർഘകാലം കോൺഗ്രസിന്റെ നേതാവായിരുന്നു KV തോമസ്. അങ്ങനെ ഒരാൾ ആ പാർട്ടി വിട്ടുപോയി ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നതിനെ കുറിച്ച് ഉള്ളതുകൊണ്ട് തന്നെ പ്രധാന നേതാവ് നിലയ്ക്കാണ് തംബ്നെയിൽ ഉൾപ്പെടുത്തിയത്. ഇങ്ങോട്ട് വന്നാൽ ആശയം, അങ്ങോട്ട് പോയാൽ ആമാശയം എന്നാണ് ശശിധരൻ പിള്ള പറയുന്നത്. എന്തിനാണ് കിരണ ഇങ്ങനെ ഒരു ചർച്ച? ഉദരനിമിത്തം ബഹിർദ വേഷമെന്നും ശശിധരൻ പിള്ള പറയുന്നു. ഡോക്ടർ MP മണി പറയുന്നു, പാർട്ടി മാറുന്നത് നല്ല ഉദ്ദേശത്തോടെ തന്നെയാണ്. അവരെ ഒരു തരത്തിലും കുറ്റം പറയാൻ പാടില്ല. എപ്പോഴും ഭരണകക്ഷിക്കൊപ്പം നിന്ന് രാജ്യത്തെയും ജനങ്ങളെയും സേവിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നു. ആരാണ് ജയിക്കുന്നത്, ഏത് മുന്നണിയാണ് ജയിക്കുന്നതെന്ന് മുൻകൂട്ടി കണ്ട് അങ്ങോട്ട് മാറുന്ന ഒരു ശീലം, അതുതന്നെ സേവനത്തിന് വേണ്ടിയാണ് എന്ന് അദ്ദേഹം ഒരു സെറ്ററിക്കലായി പറഞ്ഞിരിക്കുകയാണ്. 17M31 എന്നൊക്കെ പറഞ്ഞ ഒരാൾ, ബുദ്ധിയും മനുഷ്യത്വമുള്ള എല്ലാവരും കൂട്ടം കൂട്ടമായി കോൺഗ്രസിലേക്ക്, ഇനിയും വരാനുള്ളവർ UDF-ലേക്ക് മാറുക എന്നൊക്കെ പറയുന്നു. കോൺഗ്രസിൻ്റെ ഏതോ വ്യാജ ഐഡിയ ആണെന്ന് തോന്നുന്നു. പാർട്ടി മാറി വരുന്നവരെ ഉടൻ തന്നെ സീറ്റ് നൽകുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഏത് പാർട്ടിയായാലും കാലങ്ങളായി പാർട്ടിക്കായി പ്രവർത്തിക്കുന്നവർക്കാണ് സീറ്റ് നൽകേണ്ടതെന്നൊക്കെ പറയുന്നു. KTDC ചെയർമാനാക്കിയതല്ലേ പാർട്ടി നടപടിയെന്ന്, അത് ശശിധരൻ പിള്ളയും മറ്റൊന്ന് ശശിധരൻ പിള്ളയുടെ ഏതാണ് അത്. അതോടൊപ്പം തന്നെ സദാശിവൻ നായർ പറയുന്നു, മിസ്റ്റർ കിരൺ, പ്രേക്ഷകരുടെ അഭിപ്രായത്തോട് ഇത്രയും അസഹിഷ്ണുത കാണിച്ച് തർക്കിക്കേണ്ടതുണ്ട് എന്നാണോ ഇല്ലെന്നാണോ എന്ന് മനസ്സിലായില്ല. നമ്മൾ ഒരു പൊതുവേദിയിലാണ് അഭിപ്രായം പറയുന്നത്. അഭിപ്രായം പറയുമ്പോൾ ഒരുപാട് ആളുകൾ കേൾക്കുന്നൊരു വേദിയാണ്. അവിടെ തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ അത് സ്വാഭാവികമായും ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അത് മാന്യമല്ലാത്ത രീതിയിലാണ് പറയുന്നവരാണെങ്കിൽ ചിലപ്പോൾ ആ തരത്തിൽ കുറച്ച് ഷാർപ്പായി പറയേണ്ടിയൊക്കെ വരും. ഇത് ഒരു പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണല്ലോ, അല്ലാതെ അവർ പറയുന്നതല്ല എന്നാൽ ശരി അത് കേട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മിണ്ടാതെ പോവുക എന്നുള്ളതല്ലോ. രണ്ടുപേർ സംസാരിക്കുമ്പോൾ അഭിപ്രായം രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വാഭാവികമായും പറയേണ്ടി വരും. പ്രേക്ഷകർ അവരുടെ അഭിപ്രായം പറയുന്നത്, ഷീല പ്രസാദ്, പ്രേക്ഷകർ അവരുടെ അഭിപ്രായം പറയുന്നതല്ലേ അതിനെ എന്തിനാണ് തർക്കിക്കുന്നത് എന്നുള്ള ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചിലർക്ക് അവരുടെ രാഷ്ട്രീയ ആശയങ്ങളോട് യോജിക്കുന്ന അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനെ എതിർക്കുമ്പോൾ അവരെ എല്ലാം മറ്റ് രാഷ്ട്രീയക്കാരനാണ് അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് പറയുന്നതെന്ന് തോന്നും. ഏത് രാഷ്ട്രീയക്കാരോട് പറയുമ്പോഴും അവർ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾക്ക് ബോധ്യമുള്ള കാര്യമാണെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ അറിവിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ, നമ്മുടെ ഓർമ്മയ്ക്കപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. നമുക്ക് ബോധ്യമുള്ള കാര്യമാണെങ്കിൽ സ്വാഭാവികമായും അതുകൂടി നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പെടുന്നവർ അതിനുവേണ്ടി വാദിക്കുമ്പോഴും അത് ചൂണ്ടിക്കാണിക്കാറുമുണ്ട്. അത് ആർക്ക് ശ്രദ്ധിച്ചാലും അത് മനസ്സിലാവുകയും ചെയ്യും. ഒരു പാർട്ടിയിൽ നിന്ന് ചാടി മറ്റു പാർട്ടിയിൽ വരുമ്പോൾ ഒരു പാർട്ടിയും അവർക്ക് അവരുടെ സ്ഥാനം കൊടുക്കരുത്. അതേ പാർട്ടിയിൽ മറ്റുള്ളവർ പ്രശ്നമുണ്ടാക്കിയാൽ ആ ചാട്ടം അങ്ങ് നിൽക്കുമെന്ന് രഘുനന്ദനൻ തിരുവില്ലാമരം പറയുന്നു. അതോടൊപ്പം തന്നെ കുറേ കമ്പനികൾ കൂടി ഇനി താഴേക്കുണ്ട്. നമുക്ക് എന്തായാലും നേരത്തെ ശിവദാസനാണ് ബാലരാമപുരത്ത് നിന്ന് സംസാരിക്കാൻ. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. 30 വർഷക്കാലം കൊണ്ട് ഇവിടെ രാഷ്ട്രീയം ഇല്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ രാഷ്ട്രീയം ഇവിടെ ഇല്ല. രാഷ്ട്രീയ പാർട്ടിയുടെ ഇല്ല. പാർട്ടിയുടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. സ്വയം മനസ്സ് തട്ടിക്കൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാര്, MLA മാര്
അവരെ ഭരണം മോശമാകുമ്പോൾ അവിടെ നിന്നും ചാക്കളിൽ നോട്ട് കൊടുത്ത് എവരിങ്ങനെ എടുക്കുന്നു. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. ഏറ്റവും വ്യവസായം എന്നുള്ള രാഷ്ട്രീയമാണ്. ജനാധിപത്യം ഇവിടെ ഇല്ല, മതേതരത്വം ഇല്ല. ഇവിടെ എല്ലാത്തിനും പണമാണ്. പണത്തിന് വേണ്ടി പരന്നും പറക്കൂല. എല്ലാം പണമാണ്. ഓരോ MLA ഇന്ന് ഞാൻ നെഞ്ച് കൈവച്ച് പറയാം, ഇന്ന് ഏക ഒരു MLA പറയാൻ പറ്റുള്ളൂ നമുക്ക്, ഒരു രാധാകൃഷ്ണൻ സാർ. അദ്ദേഹം MP ആണ്, ഏക MP ഇടതുപക്ഷത്തിന്റെ. അദ്ദേഹം ഇന്ന് അങ്ങനെ ഒരു ചെക്കപ്പ് ഒരു അന്വേഷണം വെച്ചാൽ അദ്ദേഹത്തിന് ബാങ്കിൽ 25,000 രൂപയ്ക്ക് മേലിലൊക്കെ സംശയമുണ്ട്. അതാ രാഷ്ട്രീയ പ്രവർത്തനം. അതേപോലെ ഇപ്പോഴും നമുക്ക് ഇടതുപക്ഷത്തിൽ ഒരു മന്ത്രിയുണ്ട്, കൃഷി വകുപ്പ് മന്ത്രി. അദ്ദേഹം പോണതും വരണതും കണ്ടാൽ, അദ്ദേഹം ആഹ്വാനവും കണ്ടാൽ അതൊരു MLA മാതൃകയാക്കാൻ വേണ്ടിയുള്ള MLA ഉണ്ടോ? ഒരു മന്ത്രി കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ഉണ്ടോ? BJP വന്നിട്ടില്ല. ഞാൻ കോൺഗ്രസ്സുകാരനെ പറയണേ, കോൺഗ്രസ് പറയണേ, ഒരു CPM ഒരു കോൺഗ്രസ്സുകാരനോ അതേപോലെ മാതൃക കാട്ടാൻ പറ്റുമോ? പറ്റൂല സാറേ. കോടിക്കണക്കിന് സമ്പാദിച്ച് ഇന്ന് ഊരാളുക്കൽ സൊസൈറ്റി കോൺട്രാക്ട് ഇന്ന് അന്വേഷണം വെച്ചാൽ 6 ലക്ഷം കോടി രൂപ കടവുള്ള കേരളത്തിന്റെ പകുതി ഖജന 3 ലക്ഷം കോടി രൂപ കിടക്കുന്ന അവരുടെ സൊസൈറ്റിയിലാണ്. ഇത് സത്യമായി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നെല്ല് കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയം കച്ചവടമാണ്. എത്ര വരും എന്നുള്ളതൊന്ന് ആലോചിച്ചിട്ട് വേണം പറയാൻ. നമ്മൾ ഈ ലക്ഷം കോടി എന്നൊക്കെ പറയുന്നത് ഇതാണ് സത്യമായ കാര്യങ്ങൾ. ശരി ശരി, ഓക്കെ. നമ്മൾ ഒരു തുകയൊക്കെ പറയുമ്പോൾ ജീവിക്കാൻ പറ്റൂല. ശരി, ഓക്കെ. ശ്രീ ശിവദാസൻ, നമ്മള് 1 ലക്ഷം 3 ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ ആലോചിക്കണം, അത് എത്ര വലിയ തുകയാണ്. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾ എങ്ങനെയാണ് ഈ നിന്ന നിലയിൽ മറുകണ്ഠം ചാടുന്ന നേതാക്കളെ കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. ഈ രാഷ്ട്രീയക്കാരെല്ലാരും അത്തരത്തിലാണെന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഒരിക്കലുമല്ല. മഹാഭൂരിപക്ഷം പേരും 99% രാഷ്ട്രീയക്കാരും ഈ സ്വന്തം പാർട്ടിയിൽ നിന്ന് എന്തെല്ലാം തിരിച്ചടി നേരിട്ടാലും എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടായാലും ആ പാർട്ടിയിൽ തന്നെ അടിയുറച്ച് 99.9 വേണമെങ്കിൽ പറയാം. വളരെ വിരലിലുണ്ടാകുന്ന ആളുകൾ മാത്രമാണ് ഈ തരത്തിൽ ചാട്ടം നടത്തുന്നവർ. അതിന് ഉദാഹരണത്തിന് എനിക്ക് പറയാനുള്ളത്, കുഞ്ഞിക്കണ്ണന്റെ തീരുമാനം തന്നെ നമുക്കറിയാമല്ലോ. തീർച്ചയായിട്ടും അയാൾ ആദർശിന്റെ പേരിൽ മാത്രം മാറിയത്. അസ്കർ എന്തിനാ മാറിയത്? അസ്കർ മാറിയത് എന്തെന്ന് വെച്ചാൽ പിണറായി വിജയനെ വിമർശിച്ചതിന്റെ പേരിൽ അസ്കറിനെ മാറ്റി. അത്തരം കാര്യങ്ങൾ അത്തരം കാര്യം പറയുന്നതോട് പാർട്ടിക്ക് എതിർപ്പാണ്. അതിനുപരിയായിട്ട് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും മുന്നണി ബന്ധം പാടെ തകർന്നിരിക്കുന്നു. നമുക്കറിയാം 80-ൽ ഇടതുപക്ഷവും വലതുപക്ഷവും മുന്നണി രൂപീകരിച്ചപ്പോൾ ഘടകകക്ഷികളായിരുന്നു അന്നത്തെ ലീഡർമാര്. തേജസ്മായിരുന്നു അന്നത്തെ ലീഡർ, UDFന്റെ. പിന്നെ വീരേന്ദ്രകുമാർ LDFന്റെ ലീഡർ. ഇങ്ങനെയെല്ലാം ആദർശങ്ങൾ പൊരുത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയക്കാര് കുറെ പേരുണ്ട്. സ്വന്തം താല്പര്യത്തിന് വേണ്ടി, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി, സ്വന്തം സ്ഥാനത്തിന് വേണ്ടി പോകുന്ന രാഷ്ട്രീയക്കാരും ഉണ്ട്. അതിനെ നമുക്ക് എല്ലാവരും ഇങ്ങനെ രാഷ്ട്രീയക്കാരായി ഐഷാപ്പൂത്തി ഇപ്പം പറഞ്ഞു. ഐഷാപ്പൂത്തിയൊക്കെ ഞാൻ ആ കൊല്ലത്തൊക്കെയുള്ള സമയത്ത് എനിക്കറിയാം. തീർച്ചയായിട്ടും അവർ ജില്ലാ പഞ്ചായത്ത് എന്ന കാലത്ത് അതിശക്തമായി നിലപാടെടുത്ത കക്ഷികളാണ്. അവരെയൊക്കെ ബാലകൃഷ്ണപിള്ളയിൽ സീറ്റ് പിടിച്ചെടുക്കാൻ അതുപോലൊരു നല്ലൊരു വ്യക്തിത്വമുള്ള ആളായാണ് ഐഷാപ്പൂത്തിയൊക്കെ അവിടെ തീർച്ചയായിട്ടും ജയിക്കുന്ന ഐഷാപ്പൂത്തിയൊക്കെ പുറത്താക്കുന്നത്. അവര് അന്നേരം പാർട്ടിക്കരുമില്ല. 5 വർഷം അവർ കാത്തിരുന്നു. പാർട്ടി തിരിച്ചെടുക്കുമെന്ന് തീർച്ചയായിട്ടും എടുക്കാൻ ബോധ്യപ്പെട്ടതിന് വേണ്ടി മാത്രമാണ് അവർക്ക്. വ്യക്തമാണ്. ശ്രീ, നമ്മുടെ സമയം അവസാനിക്കാൻ പോവുകയാണ്. ശ്രീ രാജുക്കുട്ടിയാണ് കുന്നിക്കോട്. ശ്രീ രാജുക്കുട്ടി, താങ്കൾക്ക് വേഗത്തിൽ പറയാം, ഈ ചാട്ടക്കാരെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം. സാറേ, ഈ നാലുമാറ്റം എന്ന് പറയുന്നത് പണ്ടേ ഉള്ളതാ, ഒരിക്കൽ മാത്രമല്ല. കാരണം താങ്കൾ TV മ്യൂട്ട് ചെയ്യാത്തതുകൊണ്ടാണ് കൃത്യമായി പറയാൻ കഴിയാത്തത്. ശ്രീ രാജുക്കുട്ടി, നമുക്ക് സമയമില്ല. ശ്രീ കൃഷ്ണകുമാറാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ കൃഷ്ണകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നിരന്തരം നേതാക്കൾ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന അനുഭാവികൾ പലരും സ്ഥാനങ്ങൾക്ക് വേണ്ടി പാർട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൃഷ്ണകുമാറിൻ്റെ കോളിലും ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഇത് ഏതെങ്കിലും ആശയപരമായ വ്യത്യാസം കൊണ്ടല്ല, ആമാശയം തന്നെയാണ് ഇവരുടെയൊക്കെ മാറ്റത്തിന് പിന്നിൽ എന്നുള്ള അഭിപ്രായമാണ് ഭൂരിഭാഗം പേരും പറഞ്ഞത്. അതുവരെ ഒരു പാർട്ടിയുടെ കൊടി ഉയർത്തുകയും ആ ആശയങ്ങൾക്ക് വേണ്ടി വീറോടെ വാദിക്കുകയും ഒക്കെ ചെയ്യുന്നവർ ഒറ്റ രാത്രി കൊണ്ട് അതിനെയെല്ലാം തള്ളിപ്പറഞ്ഞ് മറുകണ്ഠം ചാടുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം കാരണം അവരുടെ അധികാരമോഹമോ അവരുടെ സ്വാർത്ഥമായ ലാഭത്തിന് വേണ്ടിയുള്ള ചാട്ടങ്ങളാണെന്നാണ് പറഞ്ഞത്. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ആശയപരമായ കാര്യങ്ങളിൽ പാർട്ടിയോട് വിയോജിച്ച്
ഉപയോഗിച്ച് വ്യത്യസ്ത പാർട്ടികൾ രൂപീകരിച്ചവരും അല്ലെങ്കിൽ അത്തരം തങ്ങൾ വിശ്വസിച്ച ആശയങ്ങൾക്ക് നിലനിൽക്കുന്ന പാർട്ടിയിൽ കഴിയുന്നില്ലെങ്കിൽ പുതിയ പാർട്ടി രൂപീകരിച്ച് അത്തരം ആശയങ്ങളുമായി മുന്നോട്ട് പോയ നേതാക്കളും ഒക്കെയുണ്ട്. പല പല കാരണത്താൽ ഓരോ ചാട്ടത്തിനും അതിൻ്റേതായ കാരണങ്ങളുണ്ട്. എല്ലാം മോശമാണെന്നോ എല്ലാം ശരിയാണോ എന്നോ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ ഇപ്പോൾ വാർത്തയിൽ വന്നുകൊണ്ടിരിക്കുന്ന പല ചാട്ടങ്ങളുടെയും പിന്നിൽ ഇത്തരം ലാഭങ്ങളല്ലാതെ മറ്റൊന്നുമില്ല എന്നതുകൂടി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.